അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആൻഡ് വേവ്. ഓക്കെ, 4 ചാപ്റ്ററുകളും അത്യാവശ്യം ആദ്യത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററും ഇത്തിരി കട്ടിയുണ്ടെങ്കിലും നടുക്കിടക്കുന്ന 2 ചാപ്റ്ററുകൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതോടൊപ്പം തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് കുറച്ച് സിമ്പിളാണ് പഠിക്കാൻ. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചോളണം. നമ്മൾ പഠിച്ചു എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തണം. സാറ് പറയാത്ത അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയും. വേവില് ആ പ്രോബ്ലത്തിന്റെ കേസിൽ എന്തായാലും എനിക്ക് ഒരെണ്ണം പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഈ കൊല്ലം 2025-26 അധ്യയന വർഷത്തിൽ +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിട്ട് സെലക്ട് ആയിരിക്കുന്ന ചാപ്റ്റർ ആണ് എന്ത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. 8 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക്ക് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പ്രോപ്പറായിട്ട് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ സ്റ്റാർട്ട് വെക്കണം. ഇൻകംപ്ലീറ്റ് ആണെന്ന് അല്ലെങ്കിൽ എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നാളെ രാവിലെ സമയം കിട്ടുമ്പോൾ ആ ചാപ്റ്റർ 4 ചാപ്റ്റർ ഇന്ന് എടുക്കുന്ന 4 ചാപ്റ്ററിലെ ഞാൻ പറയുന്ന എല്ലാ മെയിൻ ടോപ്പിക്കും പഠിച്ചിട്ടുണ്ടാകണം. സെറ്റായിരിക്കണം കേട്ടോ. അങ്ങനെ വേണം. നമുക്ക് എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്ത് പോകുന്ന പരിപാടി നമുക്കില്ല. ഓക്കെ, നമ്മളെല്ലാം പഠിച്ചാണ് പോണത്. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച് സെറ്റായി പോകണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, റിലേറ്റീവ് ഡെൻസിറ്റി തന്നെയാണ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഓക്കെ, എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റിയെ വാട്ടറിന്റെ 4 ഡിഗ്രി സെൽഷ്യസിലെ ഡെൻസിറ്റിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവന്മാർ തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് is the ratio of its density to that of water at 4 degree Celsius. Density of substance divided by density of water. കാരണം density of water നിങ്ങൾക്ക് ഇത് എവിടെ വരും? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിൽ ഈ പറഞ്ഞ കാര്യം ആവശ്യം വരും. ഓക്കെ ആണേൽ ടാറ്റ, ഓക്കെ ആണേൽ ടാറ്റ. കണക്ട് ചെയ്ത് വരുമ്പോൾ അത് ഓർത്ത് വെച്ച് പഠിച്ചോ കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും, ഏത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രഷറിന്റെ ഡയമെൻഷൻ. ഓക്കെ, പ്രഷറിന്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. എങ്കിലും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആകുമ്പോൾ ഫോഴ്സിന് പകരം നമ്മൾ എന്തെടുക്കും? ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എടുക്കും. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാറില്ല, പ്രഷറിന്റെ ഡെഫിനിഷൻ ചോദിക്കാറില്ല, പകരം ചോദിക്കുന്നത് ഡയമെൻഷൻ ആണ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഇക്വേഷൻ എഴുതുമ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഈ ഒരു സാധനം വേണം. കണ്ടിന്യൂറ്റിയിലും ബെർണോളിസ് തിയറത്തിലും പ്രഷറിനെ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞ് മാറ്റി ഫോഴ്സിനെ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് നമ്മൾ മാറ്റി എഴുതാറുണ്ട്. വർക്ക് ഡൺ ആവശ്യമുണ്ട് 2 കേസിലും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എല്ലാവരുടെയും മൈൻഡിൽ വേണം. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇനി പ്രഷറിന്റെ ഡയമെൻഷൻ വേണം. ml⁻⁻1 T⁻². ml⁻⁻1 T⁻². വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂം കൂടി പറയുന്നു. 1 atm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.013 × 10⁵ പാസ്കൽ. ഇതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കടലിലേക്ക് അല്ലെങ്കിൽ ഒരു ലേക്കിലേക്ക് ഒരു സ്വിമ്മർ എടുത്ത് ജമ്പ് ചെയ്യുന്നു. അദ്ദേഹം കടലിന് താഴെ അല്ലെങ്കിൽ ലേക്കിന് താഴെ 10 മീറ്റർ താഴെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന പ്രഷർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ആ സമയത്ത് P = PA + ρgh അല്ലെ, PA + HρgO ρgho വെച്ചാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ ആണ്. ഈ ഡാറ്റ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കാട്ടെ എന്തായാലും. ഓക്കെ, സെറ്റ്. ആ സമയത്ത് അവിടെ PA അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് 1.013 × 10⁵ പാസ്കൽ. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നൺ അതർ ദാൻ പാസ്കൽസ് ലോ. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ഏത് എഴുതണം? പാസ്കൽസ് ലോ എഴുതണം. ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് undiminished to the every portion of the fluid and to the wall of the containing vessel. നിർബന്ധമായിട്ടും പാസ്കൽസ് ലോ പഠിച്ചിരിക്കണം. The pressure applied to an enclosed fluid is transmitted undiminished to every portion of the fluid
and to the wall of the containing vessel. ഇനി 2025 മാർച്ച് അല്ലെങ്കിൽ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ദാ ഈ ഫിഗർ ഉണ്ടായിരുന്നു. 2025 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഐഡന്റിഫൈ ദ ഫിഗർ എന്നാണ് ചോദിച്ചത്. ആൻസർ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് മറന്നു വരുത് കേട്ടോ. ഐഡന്റിഫൈ ദ ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ് ഇത്. ഓക്കെ, ഇനി അവിടെ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഉള്ള ഫ്ലൂയിഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ഡെൻസിറ്റിയെയും ഹൈറ്റിനെയും. ഡെൻസിറ്റിയെയും ഹൈറ്റിനെയും ഓർത്തിരുന്നോളൂ കേട്ടോ. പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൻസിറ്റിയെയും ഹൈറ്റിനെയുമാണ്. കാരണം പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോ ജി എച്ച്, നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ, അതിൽ പി എ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. പിന്നെ അവിടെ വേരിയബിൾ ആയിട്ടുള്ളത് എന്താണ്? ആയിരിക്കുന്ന ഷേപ്പിന്റെ ഹൈറ്റും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയും. അതുകൊണ്ട് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൻസിറ്റിയെയും ഹൈറ്റിനെയുമാണ്. സെറ്റാണേ ടാറ്റ, സെറ്റാണേ ടാറ്റ. അതൊന്നും കൂടെ അവസരങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ എബിൻ സാറോട് ഒന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് സാറേ നമ്മൾ ഈ പറഞ്ഞു പോണത് സ്പീഡാണെന്ന് തോന്നി ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പുതിയ മക്കളുള്ള പേരെന്ന് പറഞ്ഞു സാറേ? അജയ് ഉണ്ട്, അതുൽ രാജ്, പ്രീമ. ഓക്കെ മക്കളെ, ഇതേ സാർ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നേഴ്സിന്റെ റെഗുലർ ബാച്ചിലുള്ള മക്കളെ ഓക്കെ ഓൾറെഡി സാർ അത് കുറെ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. മെയിൻ എക്സാമിന് മുമ്പ് ഞങ്ങൾക്ക് 3 ടൈം റിവിഷൻ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഓൾറെഡി പഠിച്ചതാണ് ഈ ടോപ്പിക്കൊക്കെ. ഓക്കെ, അപ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയി. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഷാഡോ ടീച്ചർ ലിങ്ക് എന്ന് പറഞ്ഞാവില്ല. ഷാഡോ ടീച്ചറിനോട് ചോദിച്ചിട്ട് ഈ ക്ലാസ്സിന്റെ വീഡിയോ രണ്ടാമത് ഒന്ന് മേടിച്ച് എന്തായാലും കണ്ടേക്കണം കേട്ടോ. 3 പേരും ആ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്നാ 3 പേരും, ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്നേ സാറ് പറഞ്ഞ 3 പേരും. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഓർത്ത് വെക്കുക മക്കളെ, ഈ തന്നിരിക്കുന്ന ഫിഗർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ്. അവല് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെയും അതോടൊപ്പം തന്നെ ആ സെക്ഷന്റെ ആ കോണിക്കൽ സെക്ഷനോ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്പോ എന്തോ ആയിക്കോട്ടെ അതിന്റെ ഹൈറ്റിനെയും ആയിരിക്കും. ഓക്കെ, ഇനി ചോദിക്കും, ഉറപ്പിക്കുക, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, അതൊന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്കൽസ് ലോ എഴുതും. അല്ലെങ്കിൽ പാസ്കൽസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്, അതിന്റെ വർക്കിംഗ് എഴുതാമോ എന്ന് ചോദിക്കും. അതേതാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. അപ്പൊ നിർബന്ധമായിട്ടും എന്തറിഞ്ഞിരിക്കണം? ഫിഗർ വരക്കാനായിട്ട് എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം. ഓക്കെ, F1 എന്ന് പറയുന്ന ഫോഴ്സ് A1 എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് മൂലം A2 ഏരിയയിൽ ഇരിക്കുന്ന കാറ് F2 ഫോഴ്സ് കൊണ്ട് മുകളിലേക്ക് പോകുന്നു. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ 2 സൈഡിലും പ്രഷർ ഈക്വൽ ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത്രയുള്ള അതിന്റെ ലോജിക്ക്. F1 എന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സ് A1 എന്ന് പറയുന്ന ചെറിയൊരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന A2 എന്ന് പറയുന്ന ഏരിയയിൽ ഇരിക്കുന്ന ഈ കാറ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു F2 എന്ന് പറയുന്ന ഫോഴ്സ് മൂലം. ഇതിങ്ങനെ റേസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയയിലും A1 എന്ന് പറയുന്ന ഏരിയയിലും A2 എന്ന് പറയുന്ന ഏരിയയിലും അനുഭവപ്പെടുന്ന പ്രഷർ ഈക്വൽ ആണ്. P1ഉം P2ഉം ഈക്വൽ ആണ്. അതാണ് ആര് പറഞ്ഞത്? പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ മക്കളെ എഴുതേണ്ട രീതി, F1 എന്ന് പറയുന്ന ഫോഴ്സ് A1 എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ P1 എന്ന് പറയുന്ന പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സെയിം തന്നെ F2 എന്ന് പറയുന്ന ഫോഴ്സ് A2 എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ P2 എന്ന് പറയുന്ന പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P1 is equal to F1 by A1 ഫോഴ്സ് ബൈ ഏരിയ. രണ്ടാമത്തത് P2 is equal to F2 by A2 എന്ന് എഴുതാം. P1ഉം P2ഉം ഈക്വൽ ആയതുകൊണ്ട് 2 ഇക്വേഷനുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ആരുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക? F2വിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്കായി. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഫിഗർ വരക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ എന്ന് എഴുതിയിട്ട് വേണം P1 is equal to P2 എഴുതാൻ. പിന്നെ പ്രഷർ കാണിക്കുക,
ഈ ഇക്വേഷൻ കാണിക്കുക, ഫൈനൽ ഇക്വേഷൻ കാണിക്കുക. സെറ്റ്. ഓക്കെ, 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരാളാണ് വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, എന്താണ് റെയ്നോൾഡ്സ് നമ്പർ? റെയ്നോൾഡ്സ് നമ്പർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് ഫ്ലോ അസ് ലാമിനാർ ഓർ ടർബുലന്റ് വൈൽ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് റെയ്നോൾഡ്സ് നമ്പർ. R is equal to rho VD by eta. R is equal to rho VD by eta. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആണെങ്കിൽ അത് സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പൊ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? മുമ്പിലുള്ള പാർട്ടിക്കിളിന്റെ അതേ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ ബാക്കിലുള്ള എല്ലാ പാർട്ടിക്കിളും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. അപ്പൊ എന്താണ് ടർബുലന്റ് ഫ്ലോ? ഒരു ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവന് സ്റ്റെഡിനെസ് ഉണ്ടാകും. ഒരു സെർട്ടൈൻ പോയിന്റിൽ വെച്ച് അവന്റെ സ്റ്റെഡിനെസ് നഷ്ടപ്പെടും. ആ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോ ഒരു ഫ്ലൂയിഡ് ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവന്റെ സ്റ്റെഡിനെസ് നഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. സെറ്റ് ആണ് ടാറ്റ. സെറ്റ് ആണ് ടാറ്റ. കണക്ട് ചെയ്ത് തരുമ്പോ അങ്ങനെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് A1 V1 is equal to A2 V2 അല്ലെങ്കിൽ AV is equal to a constant എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ സെക്ഷൻ ഉണ്ട്. A1 എന്ന് പറയുന്ന ഏരിയയിലൂടെ V1 വെലോസിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു. A2 എന്ന് പറയുന്ന ഏരിയയിലൂടെ V2 വെലോസിറ്റിയിൽ അവൻ പുറത്തേക്ക് പോകുന്നു. ആദ്യത്തെ T എന്ന് പറയുന്ന സമയം കൊണ്ട് അവൻ D1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റും നെക്സ്റ്റ് T എന്ന് പറയുന്ന സമയം കൊണ്ട് അവൻ D2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റും കവർ ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന്മാർക്കും രണ്ട് സെക്ഷനും A B എന്ന് പേരും കൊടുത്തു. ഇനി ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ A1 D1. ഓക്കെ, πr²h ആണല്ലോ, സിലിണ്ടർ അല്ലേ. πr² പകരം അല്ലേ നമ്മൾ അങ്ങനെയാ പഠിച്ചത്. പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് പുതിയ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് പറയുന്നത് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr²h ആണ് സിലിണ്ടറിന്റെ. πr² പകരമാണ് ഏരിയ. πr² മീൻസ് ഏരിയ. ഹൈറ്റിന് പകരം ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് D1. അതുകൊണ്ടാണ് A1 D1 എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പോ A1 D1 എന്ന് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന ഡിസ്റ്റൻസിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A1 V1 T എന്നായി. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്, മൂന്നാമത്തെ ഒരു ഇക്വേഷനാണ് വേണ്ടത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. വോളിയം ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, A1 V1 T. ഓക്കെ, അതിന്റെ കൂടെ ഡെൻസിറ്റി ആയ റോ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ. സെയിം സ്റ്റെപ്പുകൾ തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുക. ബി എന്ന് പറയുന്ന സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സമയം തികയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സിമിലർലി എന്നും പറഞ്ഞൊരു വേർഡ് അവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. സിമിലർലി മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ടു ബി എന്ന് എഴുതിയിട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്താ? A2 V2 റോ എഴുതാം. ഒരു പ്രശ്നമില്ല, മാർക്ക് കുറക്കാൻ പറ്റൂല. സിമിലർലി എന്ന് എഴുതിയിട്ട് ഈ രണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കി A2 V2 T ഇൻറ്റു റോ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതണം? ഇത് നിർബന്ധമായിട്ട് എഴുതണം. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് flowing into A is equal to mass of the fluid flowing into B. രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഒരുപോലെയുള്ള ടിയെയും റോയെയും കട്ട് ചെയ്ത് കളയുന്നു. ആൻസർ ആയി A1 V1 is equal to A2 V2. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. സെറ്റ് ആണ്. ഈ രണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കിയാലും നിങ്ങളുടെ മാർക്ക് പോകൂല കേട്ടാ. ഓക്കെ ആണ്. ഇനി എന്തായാലും ഉറപ്പിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ കേട്ടാ. ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ ഡയറക്ട്ലി ചോദിക്കാതെ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ എസ് പോലെ ഇരിക്കുന്ന ഒരു പൈപ്പായിട്ട് കാണിക്കും. ഓക്കെ, ഇങ്ങനെയും കാണിച്ചിട്ട് എന്ത് ചെയ്യും? ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ ആണെന്ന് മക്കൾ അത് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്നടാ. ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്നേ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ആദ്യം ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യാൻ പറയും. ഫോർ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ദ സം ഓഫ് പ്രഷർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതിയതിന് ശേഷം നിർത്തരുത്. ആ ഇക്വേഷനും കൂടി അവിടെ എഴുതി വെച്ചേക്കുക. P പ്ലസ് ഹാഫ് റോ V1² പ്ലസ് റോ GH ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത്രയും നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന ഒരു സാറിന് മനസ്സിലാവും. ഡെഫിനീഷൻ അവൻ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം
ഇതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഡെറിവേഷനിൽ ആ ഒരു രീതിയിൽ അവർ നോക്കത്തുള്ളൂ. ഓക്കെ ആണേ ഡാറ്റ, ഓക്കെ ആണേ ഡാറ്റ, സെറ്റ് ആണേ. ഇനി എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഫിഗർ വരക്കണം. ഫിഗറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, നിർബന്ധമായിട്ടും ഫിഗർ വരക്കണം. ഓക്കെ, എന്താണ് വ്യത്യാസം ഉള്ളത്? നേരത്തെ ഫിഗറിൽ നിന്ന് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നേരത്തെ ഇങ്ങനെ എഴുന്നേച്ചെങ്കിൽ ഇപ്പൊ ചരിഞ്ഞിരിക്കും. ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ H1 H2 എന്ന് പറയുന്ന ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ പുതുതായിട്ട് വരുന്നത് ആരൊക്കെയാണ്? P1 എന്ന് പറയുന്ന പ്രഷറും F1 എന്ന് പറയുന്ന ഫോഴ്സും, P2 എന്ന് പറയുന്ന പ്രഷറും അതുപോലെ തന്നെ F2 എന്ന് പറയുന്ന ഫോഴ്സും. ഇത്രയും കാര്യങ്ങളെ പുതുതായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ഫിഗറിൽ തന്നെ. A1 എന്ന് പറയുന്ന ഏരിയയിലൂടെ V1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഓക്കെ ഒരു ഫ്ലൂയിഡ് എൻറ്റർ ചെയ്യുന്നു. ആ ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് P1, ഫോഴ്സ് ആണ് F1. ഓക്കെ, ഇനി ആ ഫ്ലൂയിഡ് ഇതിലൂടെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഏരിയ A2, വെലോസിറ്റി V2, പ്രഷറും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് അവിടുത്തെ വർക്ക് എന്താകുന്നത്? നെഗറ്റീവ് ആകുന്നത്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പുറത്തോട്ട് വെള്ളം പോകുന്നു, പക്ഷെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ വർക്ക് നെഗറ്റീവ് ആകുന്നത്. ഇനി ഞാൻ അന്നേ പറഞ്ഞു, വർക്ക് എനർജി തിയറം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ ഓർത്തിരിക്കണം, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, 5ാം ചാപ്റ്ററിൽ പറഞ്ഞു. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി വരുന്നത് കൊണ്ടാണ് എന്ത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കൂടി വന്നത്. ഓക്കെ, ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഴുതാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇനി നിങ്ങൾ സ്റ്റെപ്പായിട്ട് ചുരുക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫോഴ്സിന് പകരം ഡയറക്റ്റ്ലി എന്ത് എഴുതാം? P1 A1 എന്ന് എഴുതാം. ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതാതെ P1 A1 എന്ന് എഴുതാം. D1 പകരം എന്ത് എഴുതുക? V1T എന്ന് എഴുതുക. ഓക്കെ, ഈ സ്റ്റെപ്പാണ് സാർ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് എ എന്ന് പറഞ്ഞിട്ട് P1 A1 ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ, ഡിസ്പ്ലേസ്മെന്റിന് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം, അത്രയും എഴുതുക. ഇനി ഓർത്തിരിക്കേണ്ട കാര്യമാണ് A1 V1T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണെന്ന് ഓർത്തിരുന്നോളാം. A1 V1T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണെന്ന് ഓർത്തിരുന്നോളാം. ഡയറക്ട്ലി ആ സ്റ്റെപ്പ് എഴുതാൻ പറ്റും. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ എൻഡ് W1 is equal to P1V. ഇനി സ്റ്റെപ്പ് കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? സിമിലർലി വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് എൻഡ് B എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ 1 വന്നോടത്ത് 2 എഴുതിയാൽ മതി. ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫ്രണ്ടിൽ നെഗറ്റീവ് ഇടാൻ മറക്കരുത്. കാരണം അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ ആണ് ഡാറ്റ, ഓക്കെ ആണ് ഡാറ്റ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് ഡൺ വേണം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടുപേരെയും കുറച്ച് വേണം എഴുതാനുണ്ട്. P1V മൈനസ് P2V. അത് നിങ്ങൾ കൂട്ടി എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നടുക്ക് നെഗറ്റീവ് വരും. ഓക്കെ, P1V മൈനസ് P2V. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ് mgH2 മൈനസ് mgH1. ഇതെന്തായാലും ആരും തെറ്റുള്ളൂ എനിക്ക് ഉറപ്പുണ്ട്. mgH2 മൈനസ് mgH1. ഇനി എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആദ്യം കിട്ടിയ ഇക്വേഷൻ പോലെ എഴുതുക. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓർത്തിരിക്കേണ്ട കാര്യം, 1 വരുന്ന ടേമുകളെല്ലാം അപ്പുറത്ത്, 2 വരുന്ന ടേമുകളെല്ലാം ഇപ്പുറത്ത്. ഓക്കെ, ഇടത്തുവശത്ത് 1 വരുന്ന ആൾക്കാർ, വലത്തുവശത്ത് 2 വരുന്ന ആൾക്കാർ. അങ്ങനെ എഴുതിയതിനു ശേഷം ഒരൊറ്റ വേർഡ് അവിടെ എഴുതിക്കോണം, LHS ആൻഡ് RHS ഓൾ ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, വോളിയം കൊണ്ട് LHSലും RHലും ഡിവൈഡ് ചെയ്യുന്നു. ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ഇക്വേഷനിലേക്ക് വരാം? നമ്മളുടെ ഫൈനൽ ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ ആണ് ടാറ്റ, ഓക്കെ ആണ് ടാറ്റ. സെറ്റ് ആണ്. ഈ മാർക്ക് ഒരാളുടെ പോലും പോരുത് കേട്ടോ. ബെർണോളിസ് തിയറം നമ്മൾ അതിനും മാത്രം പ്രാവശ്യം ഡെയിലി എക്സാമിന് ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, ഡെയിലി എക്സാമിന്, മെയിൻ എക്സാമിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ABC ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരെ ബെർണോളിസ് തിയറം ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരാളാണ് എന്ത്? ബെർണോളിസിന്റെ ആപ്ലിക്കേഷൻ. സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ബെർണോളിസിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ബെർണോളിസിന്റെ ആപ്ലിക്കേഷനിൽ ആദ്യം വരുന്ന ഈ ക്വസ്റ്റ്യൻ, അതായത് 2 ബോളുകൾ ഉണ്ട്. ഈ 2 ബോളുകളെ സെന്ററിൽ വന്നിട്ട് സാർ എന്ത് ചെയ്യുന്നു? ബ്ലോ ചെയ്യുന്നു, ഊതുന്നു. ഓക്കെ, ഈ ബോളുകൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ബോളുകൾ കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. ഓക്കെ, എന്താണ് അതിനുള്ള റീസൺ? ഞാനിവിടെ ഊതുന്ന സമയത്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡില് പ്രഷർ കൂടുതലും വെലോസിറ്റി കുറവുമാണ്. പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ആ ബോളുകൾ വരുന്നു, രണ്ടുപേരും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. എഴുതിക്കോളൂല്ലേ? സെറ്റാണ് ഡാറ്റ എന്നടാ, സെറ്റാണ് ഡാറ്റ എന്ന്. അതൊക്കെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാട്ടാ. ഓക്കെ, ഇനി എയറോഫോയില്. എയറോഫോയിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും അറിഞ്ഞിരുന്നേക്ക. എയറോഫോയില് ഏതാണ്? എയറോപ്ലെയിന്റെ ചിറക്. അതാണ് എയറോഫോയിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം.
മുകൾ ഭാഗം ബൾജ് ചെയ്തിരിക്കുകയാണ്, താഴ്ഭാഗം കർവ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഉള്ളിലേക്ക് കർവ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മുകൾ ഭാഗത്ത് എയറിനെ കട്ട് ചെയ്യുന്ന വെലോസിറ്റി കൂടുതലായിരിക്കും. അവിടെ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും, പ്രഷർ കുറയും. തൊട്ട് താഴെ പ്രഷർ കൂടുതലും വെലോസിറ്റി കുറവുമായിരിക്കും. ഓക്കെ, അപ്പൊ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് തള്ളു വരും, ത്രസ്റ്റ് വരുമ്പോൾ എന്ത് പറ്റും, എയറോപ്ലെയിൻ എന്ത് ചെയ്യും, മുകളിലേക്ക് ഉയർന്നു വന്ന് കിട്ടും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് എയറോഫോയില്. ഓക്കെ ആണ് ടാറ്റ, ഓക്കെ ആണ് ടാറ്റ, സെറ്റ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 പൈപ്പ് സെഷൻ തന്നു, ഊതണ കാര്യം വരുന്നത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, മുകളിൽ നിന്ന് ഒരു വ്യക്തി ഊതയെന്ന് പറയും. ഈ പൈപ്പിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. പൈപ്പ് എന്ത് ചെയ്യും, മുകളിലേക്ക് വന്ന് കൊളൈഡ് ചെയ്യും കേട്ടോ. പൈപ്പ് ഒന്ന് മുകളിലേക്ക് കൊളൈഡ് ചെയ്യും. എങ്ങനെയാണ് കാരണം, സാറ് മുകളിൽ നിന്ന് ഊതുന്ന സമയത്ത് ഇവിടെ ഉള്ളിൽ എന്ത് കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഈ പൈപ്പ് സെക്ഷന്റെ പുറത്ത്, ഓക്കെ, ഈ പൈപ്പ് സെക്ഷന്റെ പുറത്ത് പ്രഷർ കൂടുതലും വെലോസിറ്റി കുറവുമായിരിക്കും. ഓക്കെ, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ താഴെ ഇരിക്കുന്ന ഈ പൈപ്പ് മുകളിൽ വന്ന് കൊളൈഡ് ചെയ്യും. സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ? ചോദിച്ചേക്കണ ഒരാളുണ്ട്, ഓർത്തിരിക്കണം. ബെർണൂളിസിന്റെ ആപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, എല്ലാവരും ഇച്ചിരി പണിപെട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ആര്, മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ എഴുതാൻ പറ്റുന്ന സാധനമാണ് എന്ത്, മാഗ്നസ് എഫക്റ്റ്. എന്താണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ബോളിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വെലോസിറ്റി കൂടുതലും പ്രഷർ കുറവുമായിരിക്കും. എന്നാൽ ബോൾ ഓരോ പ്രാവശ്യവും എയർ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിട്ടും ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും, വെലോസിറ്റി കുറയും, പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടുന്നത് കൊണ്ട് എന്തിട്ടും ബോൾ കർവ്ഡ് ആയിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് കർവ്ഡ് ആയിട്ട് ചെന്ന് പോസ്റ്റിൽ കയറും. ദ മാഗ്നസ് എഫക്ട് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഒക്കർ വെൻ എ സ്പിന്നിങ് ഒബ്ജക്ട് മൂവ് ത്രൂ എ ഫ്ലൂയിഡ് കോസിങ് ദ ഒബ്ജക്ട് ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് പാത്ത്. നേരെ പോകേണ്ട ഒരാൾ എന്ത് ചെയ്തു, കർവ് ചെയ്ത് പോയി. ഓക്കെ, എന്താണ് റീസൺ, സ്പിൻ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി കുറഞ്ഞു, പ്രഷർ കൂടി. ഓക്കെ, സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ? ഇനി ബെർണൂളിസ് തിയറത്തിന്റെ ഒരൊറ്റ ഡെറിവേഷനേ ഉള്ളൂ, ചോദിച്ചിട്ടുണ്ട്. ആള് ടോറിസെല്ലിസ് ലോ ആണ് കേട്ടാ. സ്പീഡ് ഓഫ് ഇഫ്ലക്സ് അല്ലെങ്കിൽ ടോറിസെല്ലിസ് ലോ. സാറ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ ഫൈനൽ വെലോസിറ്റി പറഞ്ഞ സമയത്ത് ഈ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ ആണ് ടാറ്റ, ഓക്കെ ആണെങ്കിൽ ടാറ്റ. V is equal to √2gh എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ടോറിസെല്ലിസ് ലോ? നമ്മളുടെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. ദ വെലോസിറ്റി ഓഫ് an efflux of a liquid through an orifice equal to that of freely falling body. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കണ്ടെയ്നറിലെ ഒറിഫേസിലൂടെ പുറത്തേക്ക് പോകുന്ന, ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഫ്രീലി ഫോളിംഗ് ആയിട്ട് വീഴുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് V is equal to √2gh ആണ് രണ്ട് സമയത്തെയും വെലോസിറ്റി. ഓക്കെ ആണേ ടാറ്റ, ഓക്കെ ആണേൽ ടാറ്റ. അവിടെ എന്തുണ്ട്, പ്രൂഫ് ഉണ്ട്, ടോറിസെല്ലിസ് ലോയുടെ പ്രൂഫ് ഉണ്ട്. ഫിഗർ പ്രോപ്പർ ആയിട്ട് പഠിക്കുക മക്കളെ. H ഹൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നർ, ഈ കാണുന്നത് ഓപ്പണിംഗ് കേട്ടാ, ടോപ്പ് എൻഡ് മുതൽ ഒറിഫേസ് വരെയുള്ള ഹൈറ്റ് ആണ് സ്മോൾ ലെറ്റർ h. ഇനി ബാക്കി എത്ര ഉണ്ട്, h-h ഉണ്ട്. ഡയറക്ട്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ട്ലി ബെർണൂളിസ് തിയറം എഴുതുക. 1ഉം 2ഉം വെച്ചുള്ള ബെർണൂളിസ് തിയറം എഴുതുക. P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. ഇപ്പൊ 1ഉം 2ഉം കാണുന്നത് കൊണ്ട് തന്നെ ഫിഗറിൽ 1ഉം 2ഉം അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി 1 എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന വെലോസിറ്റി മാർക്ക് ചെയ്യുക, 1 എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ഹൈറ്റ് മാർക്ക് ചെയ്യുക. സെയിം സ്റ്റെപ്പ് തന്നെ എവിടെ റിപ്പീറ്റ് ചെയ്യണം, 2 എന്ന് പറയുന്ന കേസിലും. 2 എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന പ്രഷർ ഏതാണ്, ഹൈറ്റ് ഏതാണ്, വെലോസിറ്റി ഏതാണ്, 3 വേരിയബിളേ അവിടെ ഉള്ളൂ, പ്രഷർ, വെലോസിറ്റി, ഹൈറ്റ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഏതിന്റെ ഇക്വേഷനിലേക്ക് നിങ്ങൾ എത്തണം, വിയുടെ ഇക്വേഷനിലേക്ക് എത്തണം. ആ വിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2gh ആണ്, √2gh ആണ്. ഓക്കെ ആണേൽ ടാറ്റ, ഓക്കെ ആണേൽ ടാറ്റ. പഠിച്ചിരുന്നിട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെറ്റ്. ഇനി ചോദിച്ചിട്ടുണ്ട് വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡിനാണോ ഗ്യാസിനാണോ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കുന്ന സമയത്ത് വിസ്കോസിറ്റി കൂടുതൽ എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ്
by virtue which oppose relative motion between different layer. ഇനി ലിക്വിഡ് ആണ് മോർ വിസ്കസ് ഗ്യാസിനേക്കാളും. എന്നാൽ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല, ടെമ്പറേച്ചർ വെച്ചാണ് ചോദിച്ചേക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. എന്നാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ആണ് ചെയ്യാറ്. ഓക്കെ ആണ് ഡാറ്റ, ഓക്കെ ആണെങ്കിൽ ടാറ്റ, തെറ്റിക്കരുത് കേട്ടാ. അപ്പോ ക്വസ്റ്റ്യൻ അതായിരിക്കുള്ളൂ, വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഡാഷ്. ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നായിരിക്കും എഴുതാനായിട്ടോ. ഗ്യാസിന് ഇൻക്രീസ് ആണ്, ലിക്വിഡിന് ഡിക്രീസ് ആണ്. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഓക്കെ, ഒരു മാർക്കും കളയാൻ പാടില്ല, അതുകൊണ്ടാണ് ആ ടോപ്പിക്കൊക്കെ അങ്ങനെ തന്നെ പറയണത്. സെറ്റാണ്. അവന്റെ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്തിരുന്നേക്കാ, പ്രോബ്ലം വരാറില്ല വിസ്കോസിറ്റിയുടെ ഭാഗത്ത് നിന്ന്. ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ വി എ, ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ വി എ. പിന്നെ ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് ഓൾറെഡി നിങ്ങൾ ഇതിൽ പഠിക്കും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ ഓൾറെഡി ടോപ്പിക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ തന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നേഹയാണ് ചോദിച്ചത്, മറ്റേ എർഗും കലോറിയൊക്കെ സാറേ യൂണിറ്റ് പഠിക്കണോ? മക്കളെ, ഇങ്ങനത്തെ യൂണിറ്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തന്നതാണ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യണ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് MK സിസ്റ്റമാണ്. ഓക്കെ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പൊ SI യൂണിറ്റ് മാത്രം, SI യൂണിറ്റ് മാത്രമേ നമുക്ക് എന്തിന്റെ ആവശ്യമുള്ളൂ? നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ആവശ്യമുള്ളൂ. ഓക്കെ, CGSന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ ആണ് ടാറ്റ. പക്ഷേ ഈ ഒരു കാര്യം ഓർത്തോളണം, വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ML⁻⁻1 T⁻⁻1. അതൊന്നും മറന്നു പോരുത് കേട്ടോ. ഓക്കെ, ML⁻⁻1 T⁻⁻1. സെറ്റ് അല്ലേ? ഇനി സ്റ്റോക്സ് ഫോർമുല എന്താണ്? സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F is equal to 6π eta RV. F is equal to 6π eta RV. അവിടെ കൂടുതലൊന്നും പറയാനില്ല. സ്റ്റോക്സ് ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യം F is equal to 6π eta RV. പക്ഷേ ഉറപ്പിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാറേ ക്രിസ്മസ് എക്സാമിന് വന്നല്ല, അതുകൊണ്ട് ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും കേട്ടാ. വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് terminal velocity. It is defined as the constant maximum velocity acquired by a body while falling through a viscous fluid. ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. പ്രൂഫും ചോദിക്കാറുണ്ട്. 3 മാർക്കിനാണ് പ്രൂഫ് ചോദിക്കാറ് കേട്ടാ. 3 മാർക്കിനും 2 മാർക്കിനുമാണ് ടെർമിനൽ വെലോസിറ്റിയുടെ പ്രൂഫ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ എന്താണ്? എൻ്റെ കയ്യിൽ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഞാൻ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു ഷോർട്ട് പുട്ട് ഇടുന്നു. ഡെൻസിറ്റി റോ, അവന് അനുഭവപ്പെടുന്ന വെയിറ്റ് mg. ഇനി ഫ്ലൂയിഡ് ഇവനെ മുകളിലേക്ക് പൊക്കാനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും, ദാറ്റ് ഈസ് അപ്ത്രസ്റ്റ് സിഗ്മ. അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഒരു ഫോഴ്സും കൂടി ഉണ്ട്, അത് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. F is equal to 6π eta RV. ഓക്കെ, ഇനി അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റി പറയുക. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക്, അപ്ത്രസ്റ്റും അതോടൊപ്പം തന്നെ അപ്ത്രസ്റ്റും പിന്നെ വിസ്കസ് ഡ്രാഗ് ഫോഴ്സും, ഇവന്മാർ രണ്ടുപേരും മുകളിലേക്ക്. ഓക്കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറിങ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് താഴേക്കുള്ള ഒരു ഫോഴ്സും മുകളിലേക്കുള്ള 2 ഫോഴ്സുകളെ തമ്മിൽ ആഡ് ചെയ്തതും ഈക്വൽ ആകുന്നത്. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ, വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് പ്ലസ് അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി ആകുന്നത് ടെർമിനൽ വെലോസിറ്റി എത്തിക്കഴിയുമ്പോൾ മാത്രം. ഓക്കെ, അപ്പോ ആ സ്റ്റെപ്പിൽ അത് എഴുതി വെക്കരുത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഡബ്ല്യുവിനുള്ള പുതിയ ഇക്വേഷൻ കണ്ടുപിടിക്കണം. W is equal to mg ആണ്. മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആണ്. ഈ ഇരിക്കുന്നത് സ്പിയർ ആയതുകൊണ്ട് 4/3 πr³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോ വെയിറ്റിന് പുതിയ ഇക്വേഷൻ കിട്ടി, റോ ഇൻറ്റു 4/3 πr³ ഇൻറ്റു ജി. ഓക്കെ, റോ ഇൻറ്റു 4/3 πr³ ഇൻറ്റു ജി. അപ്ത്രസ്റ്റ് ഓർത്തിരിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് ചെയ്യണം? എന്നെ ഓർത്തിരിക്കണം. ഡെൻസിറ്റിക്ക് പകരം എന്ത് വരും? ആ സിഗ്മ ഇൻറ്റു 4/3 πr³ ഇൻറ്റു ജി. സിഗ്മ ഇൻറ്റു 4/3 πr³ ഇൻറ്റു ജി. ഓക്കെ, അടുത്തത് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ആണ്. അത് ഓൾറെഡി ഇക്വേഷൻ അറിയാം. F is equal to 6π eta RV. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവന്മാരെ 3 പേരെയും ഇക്വേഷൻ 1 പോലെ അങ്ങോട്ട് എഴുതുക. ഇക്വേഷൻ 1 പോലെ എഴുതിയിട്ട് എന്ത് ചെയ്യണം?
4/3 πr³ ഇൻറ്റു ജി വരുന്ന ടേമുകളെല്ലാം ഒരുമിച്ചാക്കുക. ഓക്കെ, അതിൽ നിന്ന് 4/3 πr³ ഇൻറ്റു ജി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഫൈനലി വിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു 2/9 ഈറ്റ. സ്കൂളിൽ ഒട്ടുമിക്കവരെയും എ ആകാനാണ് സാധ്യത. ഓക്കെ, എ എടുക്കാതിരിക്കണം ഒരു പരിധി വരെ നല്ലത്. ഓക്കെ, 2/9 ഈറ്റ ആർ സ്ക്വയർ ഇൻറ്റു ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. എ എടുക്കാതിരിക്കണതാണ് നല്ലത്. എന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം കൊണ്ടുപോയി വെളിവില്ലാത്തരത്തിന് അത് ഏരിയ എന്നൊക്കെ എഴുതി വെക്കും. റേഡിയസിന് മനസ്സിലായ? അതുകൊണ്ടാണ് പറഞ്ഞത് എ എടുക്കാതിരിക്കണം മച്ച് ബെറ്റർ. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണേ, ക്രിസ്മസിന് വന്നതുമാണ്. ഓക്കെ അല്ലെ, മോഡലിനാണ് വന്നതെന്ന്. ഓക്കെ, സെറ്റ് ആണ് ടാറ്റ. ക്രിസ്മസിനല്ലേ വന്നാ? ഫൈൻ. ഓക്കെ, ഇനി സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ? അതായത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് വന്നത് സ്ട്രീം ലൈൻ ഫ്ലോയും ലാമിനാർ ഫ്ലോയും ആയിരുന്നില്ലേ? സോറി, സ്ട്രീം ലൈൻ ലാമിനാർ ഒന്നുമല്ലേ, ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും ആയിരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ കൊല്ലം ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വിച്ച് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. എങ്ങനെ വേണേലും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, S is equal to F/L. ഓക്കെ, S is equal to F/L. ഇനി സോപ്പ് ഫിലിമിന് മാത്രം 2 ലെയർ വരുന്നത് കൊണ്ട് S is equal to F/2L. F is equal to F/2L. ഡയമെൻഷൻ mt⁻². mt⁻². ഇവിടെയും ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. സെറ്റ്. ഇനി സർഫസ് എനർജി ആണ്. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് എനർജി പോസസ്ഡ് ബൈ ദ ലിക്വിഡ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് കമ്പയർഡ് ടു ദോസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ഉള്ളിലുള്ളവന്മാരെക്കാൾ കൂടുതൽ എനർജി പുറത്തുള്ളവന്മാർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ അവന്മാർ രണ്ടുപേരും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയി വന്ന എനർജിയെ നമുക്ക് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് എനർജി. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ലിക്വിഡ് സർഫസ്. അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഓക്കെ, സർഫസ് എനർജി ഇക്വേഷൻ എഴുതിയെന്നായിരിക്കും മച്ച് ബെറ്റർ. നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വർക്ക് ഡൺ ഇൻ ദ ഇൻക്രീസിംഗ് സർഫസ് ഏരിയ ടു ഇൻക്രീസിംഗ് സർഫസ് ഏരിയ. അപ്പൊ 3 രീതിയിൽ എഴുതിയാലും ഫുൾ മാർക്കാണ്. ഓക്കെ, ഇനി സർഫസ് ടെൻഷനും സർഫസ് എനർജിയും ന്യൂമെറിക്കലി ഈക്വൽ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ ആണ് ഇതിന്റെ എന്താ? ഓക്കെ ആണ് ഇതിന്റെ 2024 മുതൽ എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഡെറിവേഷന് അവർ പതുക്കെ ഒന്ന് വലിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എന്താണ് ചോദിക്കണം? എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പിന്റെ ഫൈനൽ ഇക്വേഷൻ എഴുതാൻ പറയും. സാറേ ആരാ പറയാൻ പോണ? എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പിന്റെ ഫൈനൽ ഇക്വേഷൻ PI - P0 is equal to ആർക്ക് വേണമെങ്കിലും പറയാം, പഠിച്ചിട്ടുണ്ടാവട്ടെ. പുതിയവര് പറയോ? പുതിയവര് ഇല്ല, വിളിക്കും. നമ്മളെ പിള്ളേർ തന്നെ വിളിക്കുന്ന ആരാണ്? ശ്രീയ, ഡാൻസർ ശ്രീയ. യെസ്, പറ. വിളിച്ചോളാം. അവളെ ആ ചവിട്ടി ഞാൻ അവളെ പാത്രത്തിനുള്ളിലോട്ട് തന്നെ ആക്കട്ടെ. എന്നാ നീ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഉറപ്പിച്ചാ? അങ്ങനെയാണെങ്കിൽ ക്യാപിലറി റേസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് അതെ അല്ലേ? ഞാൻ വരാം എക്സാമിൻ്റെ അവിടെ കേട്ടാ. ഇതാണ് എല്ലാം പഠിച്ചിട്ട് കാണാ ഗുണാന്നൊക്കെ പറഞ്ഞ് വെച്ചാണ്ടല്ല നല്ലടി അടിക്കട്ടുള്ള ഞാൻ പറഞ്ഞേക്കാം. നീ ഏത് വലിയ ഡാൻസർ ആയാലും അടുത്തുള്ള നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. 4ാമത്തെ കൊല്ലം 5ാമത്തെ കൊല്ലം കണ്ടല്ലേ കാല് തല്ലി ഓടിച്ചിട്ട് ഞാനവിടെ. ഓക്കെ, അപ്പോ എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പിന്റെ ഫൈനൽ ഇക്വേഷൻ ചോദിച്ചത് ഡ്രോപ്പിന്റെ ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ബബിളായിരുന്നു. ഓക്കെ, ബബിളിന് പകരം ഈ പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ലിക്വിഡ് ബബിളിന് പകരം എയറിന്റെ ചോദിക്കാം. ഓക്കെ, അതായത് 4s/r വരുന്നത് ചോദിക്കാം. ഓക്കെ, അപ്പോ ഇത് ചെയ്യുന്ന രീതി ഞാനൊന്ന് വെറുതെ പറഞ്ഞു വിട്ടേക്കാം. ആദ്യം നമ്മളുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു ബബിൾ ഉണ്ടാകും, ഡ്രോപ്പ് ഉണ്ടാകും. ഡ്രോപ്പിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസൈഡ് പ്രഷർ കൂടുതലും ഔട്ട്സൈഡ് പ്രഷർ കുറവുമാണ്. പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് പറ്റും? മോളിക്യൂൾസിന് ട്രാൻസ്ഫർ ഉണ്ടാകുന്ന സമയത്ത് ആ ബബിൾ ഒന്ന് എൻലാർജ് ചെയ്യും. ആ എൻലാർജ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് Δr എന്ന് മാർക്ക് ചെയ്യണത്. അതിനുശേഷം അവിടുത്തെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതുക. വർക്ക് ഡണ്ണിൽ ഫോഴ്സിനെ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതണം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് പ്രഷർ ആയ PI - P0,
ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിയറിന്റെ ഏരിയ ആയ 4/3πr³ ഉണ്ടോ അവിടെ എഴുതി വെക്കരുത് കേട്ടോ, അത് വോളിയം കേട്ടോ. 4/3πr³ ഉണ്ടോ എഴുതരുത്, 4πr². ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്, ഏരിയ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം സർഫസ് എനർജിയും സർഫസ് ടെൻഷനും ഈക്വൽ ആണെന്ന് എഴുതുക. അതിൽ നിന്ന് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തു പോകാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, a+b² എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കുറച്ച് പേരെ നെഗ്ലക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. ഫൈനൽ ഇക്വേഷൻ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം. Pi - P0 = 2s/r കേട്ടാ. Pi - P0 = 2s/r. അവിടെ കൊണ്ടുപോയിട്ട് റോജർ ഇക്വേഷൻ ഒക്കെ ചോദിച്ചാൽ Pi - P0 = 2s/r. ഇവിടെ ലിക്വിഡ് ബബിൾ വരുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ഓർത്തിരുന്നേക്കുക. ദാറ്റ് ഈസ് 4s/r കേട്ടാ. 4s/r എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ 4s/r. എന്നാലും ഇനിയും ചോദിക്കാനുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ 1 മാർക്ക്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് മോഡലിലാണെങ്കിലും മെയിനിലാണെങ്കിലും എപ്പോഴും വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ. കാരണം അതിൽ പ്രോപ്പറായി നിങ്ങൾ ഡിഫൈൻ ചെയ്യാനുണ്ട് അല്ലെ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അവിടെ എഴുതാനുണ്ട്. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് at the point of contact to the solid surface inside the liquid is called angle of contact. ആ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇൻസൈഡ് ദ ലിക്വിഡ് ആണ്, ലിക്വിഡിന് ഉള്ളിലാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് at the point of contact and the solid surface inside the liquid is called angle of contact. ഓക്കെ, ഇനി നനയുന്ന കാര്യവും നനയാത്ത കാര്യവും. വാട്ടർ വെറ്റ് ഗ്ലാസ് അല്ലെ, വെള്ളത്തിന് ഗ്ലാസിനെ നനക്കണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് <90 ആയിരിക്കണം. ഓക്കെ, ഇനി നനയുന്നില്ല എങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ <90 ആയിരിക്കണം. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ മക്കളെ, ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ. സെറ്റ് അല്ലേ സാറ് പറഞ്ഞോട്ടെ? ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷനും. ഓക്കെ, ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷനും. കാരണം ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ കയ്യിൽ നിന്ന് സ്ട്രീം ലൈനും ആരും പോയി, ടർബുലന്റും പോയി. അപ്പൊ എന്തായാലും ഒരു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വരണം. അപ്പോ 2 പിന്നെ ഇതിനകത്ത് വേറെ 2 ഉള്ളൂ. അതായത് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അത് സർഫസ് ടെൻഷനും സർഫസ് എനർജിയാണ്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ചോദിക്കാൻ പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിലറി റൈസും ക്യാപ്പിലറി ഡിപ്രഷനുമാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും പറയാതിരിക്കാൻ പറ്റൂല. When a capillary tube is dipped in a liquid which wet it, the liquid arise in the tube. This is called capillary rise. Okay, liquid having convex meniscus and theta greater than 90 fall in the tube called capillary depression. Okay ആണ് ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ബെർണൗള്ളിസ് തിയറം പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഡെറിവേഷൻ ആണ്. നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്ത ഡെറിവേഷൻ ആണ്. ആര്? ക്യാപ്പിലറി റൈസ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആണെങ്കിൽ ടാറ്റ. കാരണം ഫിഗർ വരക്കാൻ തന്നെ കുറച്ചധികം പാടുണ്ടാകുന്നത്. ഓക്കെ, ഇല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നറിൽ എന്ത് ചെയ്യണം? ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്യണം. ഫ്ലൂയിഡ് ഫില്ല് ചെയ്തതിനു ശേഷം അതിനുള്ളിലേക്ക് ഒരു ക്യാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കണം. ക്യാപ്പിലറി റൈസ് ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റണം? ഫ്ലൂയിഡിനുള്ളിലൂടെ വെള്ളം മുകളിലേക്ക് വരണം. ആ ഫ്ലൂയിഡ് മുകളിലേക്ക് വരണം. അതിനുശേഷം അറൈസ് എന്തുമാത്രം ഉയർന്നു അതിനെ H എന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം മാർക്ക് ചെയ്യേണ്ടത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാർക്ക് ചെയ്യണം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ മാർക്ക് ചെയ്യണം. ഓക്കെ, ക്യാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് R എന്ന് മാർക്ക് ചെയ്യണം. അവിടെ ഒരു ബബിൾ ഉണ്ടാകും. ആ ബബിള് എയർ ബബിൾ ആണെന്ന് മനസ്സിലാക്കണം. ആ എയർ ബബിളിന്റെ റേഡിയസിനെ R' എന്ന് മാർക്ക് ചെയ്യണം. 3 പേരെയും ചേർത്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നു DEF. ഇനി ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ബബിളിന്റെ ഉള്ളിലും, ഔട്ട്സൈഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ പുറത്തുണ്ടോ എഴുതരുത്. ഔട്ട്സൈഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിലറി ട്യൂബിലുമാണ്. ഇൻസൈഡ് പ്രഷർ ബബിളില്, ഔട്ട്സൈഡ് പ്രഷർ ക്യാപ്പിലറി ട്യൂബില്. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ ആയതുകൊണ്ട് 2s/r ആണ്. ഇവിടെ ബബിളിന്റെ റേഡിയസ് R' ആയതുകൊണ്ട് 2s/r'. ഓക്കെ, ഇനി ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തുറന്നിരിക്കുകയല്ലേ, അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ ഇക്വേഷൻ ആയി Pi - P0 പകരം
PATM minus P0 is equal to 2S by R dash. ഓക്കെ, ഇനി രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ എയിലും ബിയിലും അനുഭവപ്പെടുന്ന പ്രഷറുകൾ ഈക്വൽ ആണ്. ബി എന്ന് പറയുന്ന പ്രഷർ മാത്രം അവിടെയാണ് തെറ്റാറ്. ബി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ ആകെ കാണുന്ന പ്രഷർ, ഞാൻ അന്ന് തുടങ്ങി പറയുന്നതാണ്, നിങ്ങൾ കാണുന്ന ഒരൊറ്റ പ്രഷറേ ഉണ്ടാവുള്ളൂ. അത് ഔട്ട്സൈഡ് പ്രഷറായ PO ആണ്. ഹൈറ്റ് മൂലമുണ്ടായ പ്രഷറിനെ നിങ്ങൾ കാണാറില്ല. ഓക്കെ, ആ പ്രഷർ ρGH ആണ്. P0 പ്ലസ് ρGH. നിങ്ങൾ പഠിച്ചേക്കണ ഇക്വേഷൻ എന്ന് ഓർത്തിച്ചാൽ മതി. P is equal to PA പ്ലസ് ρGH. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചേക്കണ ഇക്വേഷൻ. ഇവിടെ PB is equal to ഔട്ട്സൈഡ് പ്രഷറായ P0 പ്ലസ് ρGH. സെറ്റ് ആയില്ലേ? ഇനി എന്ത് ചെയ്യാ? എ എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ PA ആൻഡ് PB ആർ ഈക്വൽ. അതിൽ നിന്ന് എന്തിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു? PATM മൈനസ് P0 is equal to ρGH എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ രണ്ട് സൈഡിലും കണ്ടുപിടിച്ചേക്കുന്നത് PATM മൈനസ് P0. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തതിനു ശേഷം എച്ചിന്റെ ഇക്വേഷൻ എഴുതുക. H is equal to 2S by R dash ρG. ഓക്കെ, 2S by R dash ρG. ഇവിടെ വെച്ച് നിർത്തരുത്. അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ അല്ലെ, അല്ലെങ്കിൽ ആ ട്രയാങ്കിളിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡെറിവേഷൻ വെച്ച് നോക്കുമ്പോൾ എയർ ബബിൾ എന്ന് പറയുന്നത് തന്നെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും R ഡാഷ് വെച്ച് നമുക്കൊരു പ്രോബ്ലോ ഒരു വാല്യോ കണ്ടുപിടിക്കാൻ സാധിക്കൂല. ഓക്കെ, എയർ ബബിൾ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യണമാണ് അങ്ങനെ ഒരു ബബിൾ ഉണ്ടായി എന്നും പറഞ്ഞു. ഓക്കെ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യും. ട്രയാങ്കിളിൽ നിന്ന് R ഡാഷിന് പകരം R by cos theta എന്ന് പറയുന്ന ടേമിനെ കൊണ്ടുവരും. നേരത്തെ ശ്രീയ പറഞ്ഞ ഇക്വേഷനിലേക്ക് എത്തും. 2S cos theta divided by ρGR. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഈ പ്രാവശ്യം എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ വരാത്തത് കൊണ്ട് ഏത് ഈ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്ക്യൂബ ഡ്രൈവർ അറ്റ് എ ഡെപ്ത് 30 മീറ്റർ വരാറില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നേക്കുന്നത് 10 മീറ്റർ. കേട്ടാ, 30 മീറ്ററിനേക്കാളും പകരം ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നേക്കുന്നത് 10 മീറ്റർ. നമ്മളെ പ്രോബ്ലത്തിൽ 30 വന്നോടത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 10 ഇടണം. അത്ര ഉള്ള വ്യത്യാസം. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്താണ്? P is equal to PA plus ρGH. P is equal to PA plus ρGH. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1.013 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. 1.01 into 10⁵. സാറേ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല. ഡെൻസിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി ആയ 1000 എടുക്കാം. ഓക്കെ, ജിയുടെ വാല്യൂ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും 9.8 എടുക്കുക. ഇവിടെ H30 ആയതുകൊണ്ട് 30. നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരാൻ പോകുന്നത് 10 ആണെങ്കിൽ 10. ഓക്കെ, എല്ലാം തമ്മിൽ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുക. ആൻസർ എഴുതുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നോ പാസ്കലിനോ എഴുതാം. ഓക്കെ ആണേ ടാറ്റ. ഓക്കെ ആണേൽ ടാറ്റ. സെറ്റ് ആണ്. അപ്പൊ മറന്നു പോകാൻ പാടില്ലാത്ത ഇക്വേഷൻ P is equal to PA plus ρGH. ഓക്കെ, ഓൾറെഡി ഫോഴ്സും ഏരിയയും വെച്ചുള്ള ഒരു പ്രോബ്ലം, ലിഫ്റ്റ് അല്ല ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായി. ഇനി ആകെ ഒരു ചാൻസ് ഉള്ളത് ടൈം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇൻ എ കാർ ലിഫ്റ്റ് കംപ്രസ്ഡ് എയർ exert a force F1 on a small piston having a radius of 5 cm. This pressure is transmitted to a second piston of radius 15 cm. If the mass of the car is lifted 1350 kilogram, 1350 kilogram, what is F1? What is the pressure is necessary to accomplish this task? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിൽ ആദ്യം ഗിവൺ ഡാറ്റ പ്രോപ്പർ ആയിട്ട് എഴുതണം. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെന്റിമീറ്റർ. ഫസ്റ്റ് തന്നെ കൺവേർഷനുകൾ ഉണ്ടെങ്കിൽ ആദ്യമേ അത് ചെയ്തു വെക്കുക. ഓക്കെ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 5 into 10⁻², 50 into 10⁻². മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1350 കിലോഗ്രാം. ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടുപിടിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1ഉം Pയും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2. ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതാം, ഇത്രയൊന്നും വളയേണ്ട ആവശ്യമൊന്നുമില്ല. F1 is equal to F2A1 divided by A2. ഇനി ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, F2 കണ്ടുപിടിക്കാനായിട്ട് P1A1 അല്ലാതെ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്
mg കേട്ടാ. mg നിങ്ങൾ ഇത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എങ്കിലും കിട്ടാത്ത മക്കളോടാണ് പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്രിസ്മസ് എക്സാമിൽ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു mg ചെയ്യാണ്ട് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക F2 ഇസ് ഈക്വൽ ടു mg. ഓക്കെ, എമ്മിന്റെ വാല്യൂ 1350, ജിയുടെ വാല്യൂ 9.8. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? F2ന്റെ വാല്യൂ ആയി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് A1ഉം A2ഉമാണ്. A1ഉം A2 ആണ് നിങ്ങൾക്ക് വേണ്ടത്. F2 ആയി, A1ഉം A2ഉം വേണം. A1നെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം, സിലിണ്ടർ അല്ലേ, പൈ ആർ സ്ക്വയർ ചെയ്യണം. ഓക്കെ, പൈ ആർ സ്ക്വയർ ചെയ്യണം. അപ്പോൾ പൈ അതുപോലെ തന്നെ ആറിന് പകരം 5 × 10⁻² ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ A2ഉം സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? F1ന്റെ ഇക്വേഷനിൽ ഇവന്മാരെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം F1 കണ്ടുപിടിക്കുക. F1ന്റെ വാല്യൂ നിങ്ങൾക്ക് 1470 ന്യൂട്ടൺ കിട്ടും. ഇങ്ങനെ ആക്കാൻ നിന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ആക്കാൻ അറിയാത്തവർക്ക് ഞാനന്ന് പറഞ്ഞെന്നായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ 1470 അടിക്കുക, ഈക്വൽ ടു എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ആരോ പോലത്തെ ഒരു സിമ്പിൾ ഉണ്ടാവും, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി, ഇങ്ങനെ ആയിക്കോളും. വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 1470 ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ആരോ നോക്കി കഴിഞ്ഞാൽ 1.47 × 10⁻³ എന്ന് കാൽക്കുലേറ്റർ തന്നെ ഉത്തരം തരും. അങ്ങനെ ആക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി F1/A1 ചെയ്യാം, അല്ലെങ്കിൽ F2/A2 ചെയ്യാം. ഏത് ചെയ്താലും ശരി തന്നെ പ്രഷറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18.72 × 10⁻⁴ എന്ന് കിട്ടും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതി നിർത്തി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പാസ്കൽ ആകാൻ പോയി കഴിഞ്ഞാൽ 10⁵ ആക്കണം കേട്ടോ. പാസ്കൽ ആക്കാൻ പോയി കഴിഞ്ഞാൽ 10⁵ ആക്കണം. അതായത് ഈ പോയിന്റ് മാറ്റി ഇപ്പുറത്തോട്ട് ഇടണം, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ആണേ ടാറ്റ. ഓക്കെ ആണേൽ ടാറ്റ, സെറ്റ് ആണേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാ മക്കളും തിരികെ വരിക, എല്ലാ മക്കളും തിരികെ വരിക. വീഡിയോ ഓൺ ചെയ്യാനുള്ള എല്ലാ മക്കളും വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ മക്കളും തിരികെ വരിക. എല്ലാവരും വേഗം തിരികെ വരിക കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാനുള്ളവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കുക. വേോട്ടെ. യെസ്, ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഓക്കെ, ഡിഫിക്കൽറ്റി ആയിട്ട് ഒരു ടോപ്പിക്കും അതിലില്ല. ഏറ്റവും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തീർത്തത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് കേട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും ആദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയായിരുന്നു? ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിൽ കേട്ടോ. ഓക്കെ, ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് സ്കെയിലിലെ കൺവെർഷൻ ആണ്. ഇപ്പോൾ കെൽവിനാണ് തന്നിരിക്കുന്നത്, സോറി ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ക്വസ്റ്റിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 273 കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 30 ഡിഗ്രി സെൽഷ്യസ്, അതിനെന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കണം? കെൽവിനിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കണം. ആ 30യുടെ കൂടെ 273 ആഡ് ചെയ്യണം. ഓക്കെ, ഇനിയുള്ളത് രണ്ടുപേർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും. F-32 is equal to 9/5 × C. ഓക്കെ, F-32 is equal to 9/5 × C. ഇനി ഇതിൽ ചോദിച്ചേക്കണ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ ആണ്. 98.6 ഡിഗ്രി സെൽഷ്യസ് വരും, അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുക? F-32 is equal to 9/5 × C. ഇക്വേഷൻ എന്തായാലും എഴുതിയിട്ടുണ്ടാകും കേട്ടോ, ഡയറക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ഇക്വേഷൻ മാർക്കുള്ളതാണ്. ഓക്കെ, F-32 is equal to 9/5 × C. എഫിന് പകരം 98.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് സീഡ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. സീഡ് ഇക്വേഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 9/5നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ ആവും, 5/9 എന്നാകും. ഓക്കെ, അതിൽ നിന്ന് സീഡ് ആൻസർ നിങ്ങൾക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. കെൽവിനിലേക്ക് കൂടി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 37ന്റെ കൂടെ ഒരു 273 ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ 310 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ ആണ് ഡാറ്റ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ആക്കണ ക്വസ്റ്റ്യൻ ഇപ്പോൾ സാധ്യത വളരെ കുറവാണ്, എങ്കിലും പറഞ്ഞെന്ന് വിട്ടുനിന്ന് മാത്രം. ഓക്കെ, ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഗ്രാഫ് വരക്കാൻ പറയും, അല്ലെങ്കിൽ എന്താണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആരുടെ ഗ്രാഫാണ്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിന്റെ ഗ്രാഫ് എന്നല്ലാതെ പഠിക്കേണ്ടത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഓക്കെ, വാട്ടറിന്റെ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്ത് വരികയായിരുന്നു 4 ഡിഗ്രി സെൽഷ്യസ് വരെ. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞതിന് ശേഷം വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ്
അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഈ ഗ്രാഫ് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. വരക്കാൻ ചോദിച്ചിട്ടുള്ള ഗ്രാഫ് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ്. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് നൈക്കിന്റെ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫായി. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ സെറ്റ് അല്ലേ? അവിടെ എഴുതി വെക്കണം കേട്ടോ, അവിടെ എഴുതി വെക്കണം. ദ വോളിയം ഓഫ് എ ഗിവൺ എമൗണ്ട് ഓഫ് വാട്ടർ ഡിക്രീസ് as it cooled from room temperature until its temperature reached 4 degrees Celsius. Below 4 degrees Celsius, the volume increase and therefore the density decrease. This means that water has maximum density at 4 degrees Celsius. ഓക്കെ ആണല്ല? എഴുതിക്കോളണോട്ടാ. അതിന് മാത്രം പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏതും കൂടി പഠിക്കണം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയ അക്വാറ്റിക് ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ കോൾഡ് കൺട്രീസ് as ice is formed on the surface of river. How? എങ്ങനെ, എന്തുകൊണ്ടാണ് കടലിനടിയിലുള്ള അല്ലെങ്കിൽ അക്വാറ്റിക് റീജിയനിലുള്ള മത്സ്യങ്ങളും ജീവജാലങ്ങളും ഐസായി പോകാതെ അവന്മാർക്ക് നീന്തി നടക്കാൻ സാധിക്കുന്നത്? എന്താണ്? വാട്ടർ ഹാവ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ എന്തുറ്റും ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് ഒഴുകുന്നത്. അപ്പോ കോൾഡ് വാട്ടർ റൈസ് അപ്പ് ചെയ്യും, മുകളിലേക്ക് ഉയരും. എന്നിട്ട് എന്ത് ചെയ്യും? ഐസ് ഫോം ചെയ്യും. ഓക്കെ, ഐസ് എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ഇറ്റ് ഡസിൻ അലൗ എനി ഹീറ്റ് ടു ഫ്ലോ ഇൻസൈഡ് നോർ ഔട്ട്സൈഡ്. ഓക്കെ, അകത്തുനിന്ന് ഹീറ്റിനെ പുറത്തേക്കോ പുറത്തുനിന്ന് ഹീറ്റിനകത്തേക്കോ കടത്താൻ ഐസ് സമ്മതിക്കില്ല. അതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസ് ആയി തുടരും. ആ 4 ഡിഗ്രി സെൽഷ്യസ് മതി അക്വാറ്റിക് അനിമൽസിന് സർവൈവ് ചെയ്യാൻ. ഇത്ര ഉള്ളു കാര്യം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ടാറ്റ എന്നേ, സെറ്റ് ആണെങ്കിൽ ടാറ്റ. ഓക്കെ, ഇനി അവിടെ ചോദിക്കും, ഇവിടെ നിന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാവശ്യം ചോദിച്ചേക്കണത് തെർമോഡൈനാമിക്സ് തന്നെയാണ്. മേയേഴ്സ് റിലേഷൻ CP - CV = R കേട്ടല്ലേ? അതുൽ സാറ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എന്നാലും CP എന്താണെന്നും CV എന്താണെന്നും അറിയണം. If the gas is held under constant pressure during the heat transfer, then it is called molar specific heat capacity at constant pressure, denoted by CP. Okay, if the volume of gas is constant during heat transfer, then the corresponding molar specific heat capacity is called molar specific heat capacity at constant volume. ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ CP, ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് CV. ജിത്തു ജോർജ് മോനെ വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കുക കേട്ടോ. ഓക്കെ, സെറ്റാണേ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു 2021 മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ 2021-25 ക്വസ്റ്റ്യൻ പേപ്പറിനാണ് ഇപ്പോൾ കറസ്പോണ്ടിങ് റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ആളാണ് ദാ ഇവൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മാർക്ക് ചെയ്യുന്ന ഗ്രാഫാണ് ഈ ടെമ്പറേച്ചർ എനർജി ഗ്രാഫ്. ഓക്കെ, ഇതെങ്ങനെയാ പഠിക്കണം? എയിൽ നിന്ന് ബിയിലേക്ക്, ഇവിടെ ടെമ്പറേച്ചർ കൂടി എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയപ്പോൾ എന്ത് പറ്റി? സോളിഡ് അവന്റെ സ്റ്റേറ്റ് മാറി ലിക്വിഡിലേക്കാകാൻ തുടങ്ങുന്നു. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ്. എപ്പോ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിന്ന സമയത്ത്. ഓക്കെ, A മുതൽ B വരെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി, B മുതൽ C വരെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, വ്യത്യാസമില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടെ നടക്കുന്ന പോയിന്റ് എന്താണ്? ഫേസ് ചേഞ്ച് ആണ്, മെൽറ്റിംഗ് ആണ്. അതിന് നേരെ വരേണ്ടത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തുമ്പോൾ ഇവൻ മൊത്തമായിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറി. പിന്നെ D മുതൽ E വരെ പിന്നെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബോയിലിംഗ്. വേപ്പറൈസേഷൻ അല്ലേ? വേപ്പറൈസേഷൻ സമയത്ത് നടക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഇതിനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും മറ്റവനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നും വിളിക്കും. ഓക്കെ ആണേ ടാറ്റ. ഓക്കെ ആണേൽ ടാറ്റ. സെറ്റ് ആണേ. അപ്പോ അടുത്ത പറയാലോ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, that is called latent heat of vaporization. Okay, ഇനി latent heat of fusion ഉണ്ട്. heat energy required to convert unit mass of solid into liquid. സോളിഡിനെ ലിക്വിഡ് ആക്കുമ്പോൾ
ഫ്യൂഷൻ. ലിക്വിഡിനെ വേപ്പർ ആക്കുമ്പോൾ വേപ്പറൈസേഷൻ. ഇത്ര ഓർത്തിരുന്നാൽ മതി. സെറ്റ് ആണേൽ ടാറ്റ. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് സാറേ ക്രിസ്മസിന് വന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മക്കളെ മെയിനും വരും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ക്രിസ്മസിന് വന്നവരൊക്കെ മെയിൻ വന്ന കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റൂല സബ്ലിമേഷൻ. ഓക്കെ, സബ്ലിമേഷൻ അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് ഇൻ ടു വേപ്പർ ഈസ് കോൾഡ് സബ്ലിമേഷൻ. എക്സാമ്പിൾ ഡ്രൈ ഐസ്, ക്യാംഫർ, നാഫ്തലിൻ ടാബ്ലറ്റ്. 3 എണ്ണെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഡ്രൈ ഐസ്, ക്യാംഫർ, നാഫ്തലിൻ ടാബ്ലറ്റ്. ഓക്കെ, സോളിഡിനെ ഡയറക്ട്ലി എന്താക്കുന്നു? വേപ്പർ ആക്കുന്നു. ഓക്കെ ആണേൽ ടാറ്റ. സെറ്റ് അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ സബ്ലിമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരാള് റെഗുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റെഗുലേഷൻ എന്ന് അറിയണം. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് melting of ice by applying pressure and its resolidification when pressure is removed. ഓക്കെ, ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സ്കേറ്റിങ്ങിന്റെ കേസ് പറഞ്ഞു, ഐസിൽ സ്കേറ്റ് ചെയ്യണ കാര്യം. നമ്മൾ എന്തോ ഐസിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ സോളിഡിൽ നിന്ന് ഡയറക്ട്ലി ലിക്വിഡിലേക്ക് മാറുന്നു. ഓക്കെ, പ്രഷർ എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത്, പ്രഷർ റിമൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും റീസോൾഡിഫിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടും സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെഗുലേഷൻ. ഓക്കെ ആണ് ടാറ്റ. സബ്ലിമേഷൻ ആണ് 99% സാധ്യത. എന്നാലും റെഗുലേഷൻ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 2 കണ്ടെയ്നർ ഉണ്ട്. 2 കണ്ടെയ്നറിൽ നിന്ന് ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലേക്ക് എന്ത് പറ്റുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആരെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? 3 ആൾക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. ഓക്കെ, ആരൊക്കെയാണ് ആ 3 ആൾക്കാർ? ടെമ്പറേച്ചർ ഡിഫറൻസ് TA-TS, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവന്മാർ 2 പേരോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരോട്? ലെങ്തിനോട്. ഓക്കെ ആണേൽ ടാറ്റ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ട തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. ഓക്കെ, ഗ്രാഫും വിത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗും നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും കേട്ടോ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, the rate of loss of heat of the body is directly proportional to difference of temperature of the body and the surrounding. Okay, minus dq by dt is equal to k into t2 minus t1. ഡെഫിനേഷൻ എഴുതണം, ഇക്വേഷൻ എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ, ഇനി അവിടെ ഒരു കാര്യം കൂടി ഉണ്ടാവും. ഏതുണ്ടാവും? ആ ഒരു ഗ്രാഫ് ഉണ്ടാവും. നമ്മളെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ആയതുകൊണ്ട് താഴേക്ക് വരുന്ന ഒരു ഗ്രാഫ്. ആ ഒരു ഗ്രാഫും മറന്നു പോകരുത്. ഓക്കെ ആണെങ്കിൽ ടാറ്റ. സെറ്റ് ആണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് നമ്മൾ ഒഴിവാക്കി വിടുന്ന 3 പേര്. മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, ഒഴിവാക്കാൻ പറ്റൂല. കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 adjacent പാർട്ട് ഓഫ് ദ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. താപനിലയിലുള്ള വ്യതിയാനം മൂലം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയാൽ അതിനെ കണ്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, എന്നാൽ കൺവെക്ഷൻ ആക്ച്വൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, ചായ തിളപ്പിക്കുന്നത് ആക്ച്വൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് താഴെ ഇരിക്കുന്ന മോളിക്യൂൾസിന് മുകളിലേക്ക് വരേണ്ടി വരും. അതാണ് ആക്ച്വൽ മൂവ്മെന്റ്. ഓക്കെ, when heat is transferred from one place to another by actual movement of substance is called convection. കൺവെക്ഷന് മീഡിയം നിർബന്ധമാണ്. കാരണം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഒരു പ്രാവശ്യ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് കേട്ടോ മീഡിയം ആവശ്യമാണ്. സീ ബ്രീസും ലാൻഡ് ബ്രീസും കൺവെക്ഷൻ ഉള്ള എക്സാമ്പിൾ ആണ്. ലാസ്റ്റത്തെ ആള് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. തെർമൽ റേഡിയേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ട്രാൻസ്ഫർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയേഷൻ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഇതിന് എന്തിന്റെ ആവശ്യമില്ല?
it does not require a material or medium. ഓക്കെ ആണ് ടാറ്റ മക്കളെ? ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്ന് സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ്. പുതിയ ടോപ്പിക്കാണ്, വായിച്ചിരിക്കണം കേട്ടോ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, സ്റ്റെഫാൻ ബോൾട്സ്മാൻസ് ലോ, വീൻസ് ഡിസ്പ്ലേസ്മെന്റ്, 3 പേരും പുതിയ ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ഓക്കെ, എ ബോഡി which absorb all the radiation falling on it is called black body. Okay, a body which absorb all radiation falling on it is called a black body. When a black body is heated to high temperature, it emit full or total radiation. The radiation emitted by a black body is called black body radiation. ഓക്കെ ആണല്ല? എഴുതിക്കോളൂല. ഇനി ചോദിക്കും കേട്ടോ, ഇത് പുതിയ ടോപ്പിക്കാരൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? സണ്ണും സ്റ്റാറും മറന്നു പോകരുത് കേട്ടോ. സണ്ണും സ്റ്റാറുമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാത്രമേ നിങ്ങൾ സണ്ണിനെ പറ്റിയും സ്റ്റാറിനെ പറ്റിയും പറയുന്നുള്ളൂ. ഇപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസിൽ ഇവിടെ ഒരു കാര്യം വരുന്നുണ്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇത് വരുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. ഓക്കെ, ഇനി വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. അതിലിതാ ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി, ഇതൊന്നും എഴുതി സമയം കളയാൻ നിൽക്കരുത്. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ സ്റ്റേറ്റ് ദാറ്റ് the wavelength of maximum emission of a black body is inversely proportional to its absolute temperature. Lambda max is inversely proportional to 1/t. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് t പോകും. lambda max is equal to lambda max into t is equal to b. b is called Wien's displacement അല്ലെങ്കിൽ Wien's constant. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. ഈ ഒരു കാര്യം മാത്രം ചെയ്യാം കേട്ടോ. അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനുമായിട്ട് CRMSന്റെ കാര്യം മറന്നു പോകാനും പാടില്ല കേട്ടോ. ഓർക്കണ്ട, കൈനറ്റിക് തിയറി ഞാൻ അന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അത് മറന്നു പോകാൻ പാടില്ലേ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഓക്കെ, സെറ്റാണ്. ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഇനി പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, വേറെ ആരുമല്ല, സ്റ്റെഫാൻ ബോൾട്സ്മാൻസ് ലോ വെച്ചുള്ളൊരു പ്രോബ്ലം. ഓക്കെ, പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ദ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം ഈസ് ഗിവൺ ബൈ H is equal to A sigma T raised to 4. ഇതേ പ്രോബ്ലത്തിൽ എമിസിവിറ്റി ആയ എപ്സിലോൺ വെച്ച് ഞാനൊരു പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ടാറ്റ ആപ്ലിക്കേഷൻ ലെവലിൽ കിടപ്പുണ്ട്. ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഇടിക്കും ഞാൻ. ഓക്കെയാ? ഓക്കെ, A sigma T raised to 4 into എപ്സിലോൺ 0 കൊണ്ട് ചെയ്യിപ്പിച്ചൊരു പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ. ഓക്കെ, അതൊരു സ്പെഷ്യൽ ടോപ്പിക് ആണ്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ദ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം ഈസ് ഗിവൺ ബൈ H is equal to A sigma T raised to 4. This is called Stefan Boltzmann's law. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി 2019, 18, 17, 21 ശേഷം കണ്ടിട്ടില്ല ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏത്? 2 ടെമ്പറേച്ചറുകൾ തന്നിട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എ ബോഡി കൂൾസ് ഫ്രം 80 degree Celsius to 50 degree Celsius in 5 minutes. Calculate the time taken to cool from 60 degree Celsius to 30 degree Celsius. The temperature of surrounding is 20 degree Celsius. Okay, ഏത് ഇക്വേഷൻ എടുക്കാറ്? K into TA minus T is equal to change in temperature divided by time. ഇനി എന്ത് ചെയ്യണം? ആദ്യം ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഓക്കെ, 2 ടെമ്പറേച്ചർ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ആയി. സറൗണ്ടിങ് ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിലുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ വേണ്ടത് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി വേണം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കണം. ഓക്കെ, ഇനി കിട്ടിയ വാല്യൂ കൊണ്ടുപോയിട്ട് ദാ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. സെയിം മെത്തേഡ് തന്നെ, സെയിം മെത്തേഡ് തന്നെ. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം മെയിൻ ഇക്വേഷൻ K into TA minus TS is equal to change in temperature by time. അതിനുശേഷം എന്താണ്? ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഓക്കെ, സറൗണ്ടിങ് ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിലുണ്ട്. അതിനുശേഷം കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ഓക്കെ, ഇത്രയുമായി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ഇക്വേഷനെ കൊണ്ടുപോയി എല്ലാം വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. സെയിം സ്റ്റെപ്പ് തന്നെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുക, സെക്കൻഡ് മെത്തേഡിലും റിപ്പീറ്റ് ചെയ്യുക. 60 മുതൽ 30 വരെ എന്നുള്ള ഇക്വേഷനിലും റിപ്പീറ്റ് ചെയ്യുക. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ആൻസർ 9 മിനിറ്റ്സ് എന്ന് കിട്ടും കേട്ടോ. 9 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ ആണേ ടാറ്റ. ഓക്കെ ആണേൽ ടാറ്റ. കട്ട് ഓഫ് മാർക്ക് 2 മാർക്ക് വരുന്ന അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. കേട്ടാ, നിർബന്ധമായിട്ടൊന്ന് വായിച്ചു വിടണേ. നിങ്ങൾ ആകെ ഞാൻ അന്ന് പറഞ്ഞത് കൊണ്ട്
ഞാൻ എന്റെ പണ്ടത്തരത്തിന് പറഞ്ഞ കാരണം ഇനി അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഏതായിരിക്കും? പോസ്റ്റുലേറ്റ്സ് ഓഫ് ഗ്യാസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാരുണ്ടാവും. അവന്മാരോട് എനിക്ക് പറയാനുള്ള കാര്യം, പോസ്റ്റുലേറ്റ്സ് ഓഫ് ഗ്യാസിനോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ. കേട്ടോ, അതും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് ഇക്വിപാർട്ടീഷനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ 1 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ CRMS-നെയാണ്, ഞാൻ പറയാം. ഓക്കെ, അപ്പോ കട്ട് ഓഫ് മാർക്ക് 2 വന്നേക്കണത്. ചാപ്റ്റർ 12 കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. കേട്ടോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പൊ അതിൽ നമുക്ക് വിട്ടളയാൻ പറ്റൂല, ചോദിച്ചാലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത ആളാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു സാധനമല്ലേ. ഓക്കെ, ബോയ്സ് ലോയും ചാൾസ് ലോയും ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. കേട്ടോ, പുതുതായിട്ടുള്ള ടോപ്പിക്കാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. കേട്ടോ, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് സാറേ ആവശ്യമാണ് കുത്തിക്കയറ്റണത്? ചോദിച്ചാലാ. ഓക്കെ, ഇനി ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതും ചോദിച്ചിട്ടില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് എ നോൺ റിയാക്ടിംഗ് ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെയിം വെസൽ ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രഷർ which each gas would exert if it is contained along the vessel. അല്ലെ, ഒരു കണ്ടെയ്നറിലെ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് അവന്മാര് ഓരോരുത്തരും ഇരിക്കുന്ന സമയത്തുള്ള പ്രഷറുകൾ തമ്മിൽ ആഡ് ഓൺ ചെയ്തതിന് തുല്യമായിരിക്കും. P is equal to P1 plus P2 plus P3 plus etc. Pn. ഓക്കെ ആണ് ഡാറ്റ. ഇനി അല്ലെ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, സാർ പിക്കപ്പ് ലൈൻ ആണോ? പിക്കപ്പ് ലൈൻ പറഞ്ഞാൽ ഞാൻ പിക്കപ്പ് ലൈൻ പറഞ്ഞെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ വരും. എൻ്റെ +2 വന്നാണല്ലോ എൻ്റെ ആനയുടെ നിറം കറുപ്പ്. ഇവിടെ വേറെ ഇറക്കാല്ലേ. അപ്പോ 2026 എക്സാമിന് വേണ്ടിയുള്ള പിക്കപ്പ് ലൈൻ, സാമ്പാറിന് നിറവറ, ചോറ് വെക്കാൻ കലവറ, ഈ ചോദ്യം വന്നില്ലെങ്കിൽ അത് പറ. ഉറപ്പിച്ചോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. കേട്ടോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ്സ്. കേട്ടോ, ഏതെണ്ണം? 8 എണ്ണവും നിർബന്ധമാണ്. അതിൽ 4 എണ്ണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, 4 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു സംശയവും വേണ്ട. അവസാനം ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ ഇവരെന്നെ തെറി പറയാന്നുകൂടി പറയേണ്ടി വരും സാറേ. ഞാനത് പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസില് അതാ ലാസ്റ്റത്തെ അല്ല, അതും ആ പ്രാസോപ്പിച്ച് വരുന്നതാണല്ലോ. നിറവറ, കലവറ, ചോദ്യം വന്നില്ലെങ്കിൽ അത് പറ, അവസാനം തെറി പറ എന്നുകൂടി പറയേണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയോ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ 4 എണ്ണം എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോ എല്ലാവരും 4 ഒരിക്കും പഠിച്ചു വെക്കാറ്. ഞാനെങ്കിലും പറയുന്നു 5, 6, 7, 8 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ 6ാമത്തെ പോയിന്റ് ആണ് ഡിഫൈൻ മീൻ ഫ്രീ പാത്ത്. കേട്ടോ, ഡിഫൈൻ മീൻ ഫ്രീ പാത്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ ഓഫ് എ മോളിക്യൂൾ ഈസ് കോൾഡ് free path. The average distance between 2 successive collision is called mean free path. കേട്ടോ, ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 എണ്ണം പഠിച്ചാലും പ്രശ്നമില്ല. ഒട്ടും പഠിക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ ആദ്യത്തെ 4 എണ്ണം പഠിക്കുക. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന മക്കളുണ്ടെങ്കിൽ 5, 6, 7, 8 പഠിക്കുക. കേട്ടോ, 4 എണ്ണോ എഴുതാൻ പറയുള്ളൂ. ഓക്കെ, the molecule collide with each other and also within the wall of container elastically. Time spent in collision is negligible compared to the time taken to travel mean free path. The mean kinetic, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The mean kinetic energy of the molecule is directly proportional to absolute temperature. CRMS is directly proportional to absolute temperature. അതാണ് ടോപ്പിക്. ഓക്കെ, ഇനി പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസിന്റെ ഇക്വേഷനും ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? P is equal to 1/3 rho C RMS square. റോ സി RMS സ്ക്വയർ. എന്റെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിലെ 2 വാളുകളെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് W1 ആൻഡ് W3. M മാസ് ഉള്ള ഒരു ഗ്യാസ് മോളിക്യൂള് ആ വാളിൽ ട്രാവൽ ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി V. ആ കണ്ടെയ്നറിനുള്ള പ്രത്യേകത, അത് യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടെയ്നർ ആണ്. ഏത് ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാലും അത് 1 മീറ്റർ ഉണ്ടാകും. ആ കണ്ടെയ്നറിൽ 3 കോർഡിനേറ്റ്സ് XY Z ആക്സിസുകൾ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മൊമെന്റം ബിഫോർ കൊളീഷൻ MV ആണ്. ആഫ്റ്റർ കൊളീഷൻ നമ്മളുടെ മൈൻഡ് ആണ്. രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടണം. അതുൽ സാറ് 4ാം ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൊമെന്റം ഓഫ് മോളിക്യൂൾ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ഒരാൾ MV ആണെങ്കിൽ മറ്റേ ആള് -MV ആയിരിക്കും. ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി ആഫ്റ്റർ മൈനസ് ബിഫോർ. ഓക്കെ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുന്ന പോലെ ആഫ്റ്റർ മൈനസ് ബിഫോർ ചെയ്തു.
അപ്പോൾ -2 mv കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ വാൾ കണ്ടുപിടിക്കാൻ വേണ്ടി -2 mv കൂടെ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ 0 ആകും. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. +2 mv. അപ്പൊ ആദ്യത്തെ 4 സ്റ്റെപ്പ് അങ്ങോട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്പർ ഓഫ് കൊളീഷൻ ഓഫ് വാൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക. 6 m/s വെലോസിറ്റി ഉള്ള ഒരു ഗ്യാസ് മോളിക്കൂളാണ് അതിനുള്ളിൽ ഇരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഇടിക്കുമെന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു കാര്യം കാട്ടി തന്നായിരുന്നു ക്ലാസ്സിൽ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഒരു പ്രാവശ്യം ഇടിക്കും, 2 പ്രാവശ്യം ഇടിക്കും, 3, 4, 5, 6. അപ്പോൾ ഒരു വോളിൽ എത്ര പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടാവും? പകുതി പ്രാവശ്യം, 3 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് വെലോസിറ്റി ബൈ 2 ചെയ്ത് വെച്ചാൽ മതി. ഇതാ പഠിപ്പിച്ച് വെച്ചാൽ. ഓക്കെ ആണെങ്കിൽ ഡാറ്റ സെറ്റ് അല്ലേ? ഓക്കെ, ഹരികീർത്തനക്ക് ആൻസർ പറയാൻ വേണ്ടി v/2 പറയാൻ വേണ്ടി റീസ് തന്നെ തന്നോ? ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻ ഇൻ 1 വാൾ ഇൻ സെക്കൻഡ് v/2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി 2mv ഇൻറ്റു v/2 ചെയ്യുക. 2mv ഇൻറ്റു v/2. 2 2 കട്ട് ചെയ്ത് പോയി, v ഇൻറ്റു v സ്ക്വയർ, ദാറ്റ് ഈസ് mv² എന്ന് വരും. ഓക്കെ, ഇനി ടോട്ടൽ എനർജി n/3 മോളിക്യൂൾസ്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? എൻ്റെ കയ്യിൽ 30 മോളിക്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ x ആക്സിലൂടെ 10 പേര്, y ആക്സിലൂടെ 10 പേര്, z ആക്സിലൂടെ 10 പേര്. അതാണ് ആ n/3 mv² എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡ് ലോ എഴുതുന്നു അല്ലെ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എഴുതുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 nmcRMS² അല്ലെങ്കിൽ പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 ρcRMS² എന്ന് എഴുതി നിർത്തുക. ഓക്കെ ആണ് ടാറ്റ. ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. ഞാൻ പഠിപ്പിച്ചേക്കണ 4 സ്റ്റെപ്പ് കോമൺ ആണ് എല്ലാവർക്കും കേട്ടോ. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ മുമ്പിലോട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3/2 kBTയുടെ പ്രോബ്ലം ചെയ്യണ്ടേ? അപ്പൊ അതിനെന്ത് വേണം? ഈ രീതി, ആദ്യത്തെ 4 സ്റ്റെപ്പിന്റെ രീതി പ്രോപ്പറായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ എങ്ങനെയാണ് മക്കളെ ചെയ്യേണ്ടത്? ആദ്യം പ്രഷറിന്റെ ഇക്വേഷൻ എഴുതി 1/3 ρcRMS². അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യാറ്? ഡെൻസിറ്റിക്ക് പകരം മാസ് ബൈ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? വോളിയത്തിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കും. PV = 1/3 mcRMS². ഫോർത്ത് സ്റ്റെപ്പ്, ഇതെല്ലാവർക്കും വീഡിയോ റിവിഷനിൽ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാവരുടെ റിവിഷനുള്ള കോമൺ സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പ്, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2/3 ½ mcRMS² എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ ഈ ½ mcRMS² എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ തന്നിട്ടുണ്ട്, 1 മോൾ ഗ്യാസിന്റെ കൈനറ്റിക് എനർജിയാണ്. 1 മോൾ ഗ്യാസിന്റെ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ അല്ലേ? PV = 2/3 ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. അടുത്ത സ്റ്റെപ്പിൽ തുടങ്ങിയാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസുകൾ വരുന്നത്. PV = എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? RT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. PV = RT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. 2/3 ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് 3/2 RT. ഫസ്റ്റ് ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ 3/2 RT. 1 മോളിൽ നിന്ന് 1 മോളിക്യൂൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാറ്? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ R/Na എന്ന് പറയുന്ന ഒരു ടേം വരും. R/naക്ക് പകരം KB. ഓക്കെ, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് KB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ 1 മോളിക്യൂളിന്റെ ഇക്വേഷൻ 3/2 kBT. 1 മോളിന്റെ ഇക്വേഷൻ 3/2 RT. n ആകുമ്പോ അല്ലെങ്കിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആകുമ്പോ ഒരു ഇൻറ്റു n കൂടി എഴുതുക. ഓക്കെ ആണെങ്കിൽ ടാറ്റ. നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആദ്യത്തെ 4 സ്റ്റെപ്പ് സെയിം തന്നെ, ഒട്ടും വ്യത്യാസമില്ല. ഓക്കെ, P = 1/3 ρcRMS². ഡെൻസിറ്റിക്ക് പകരം മാസ് ബൈ വോളിയം. VA ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റെപ്പ് 5ാമത്തെ സ്റ്റെപ്പ്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? അവിടെ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്, ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ്. അത് മാത്രം ഓർമ്മയിലുണ്ടാവണം. 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ്. 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആകുമ്പോൾ 3/2 kBT ആണ് ഇക്വേഷൻ. 3/2 kBT. n എഴുതാൻ കാരണം n നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻ വെച്ചാണ് മോളിക്യൂളിനെ പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? 2 ഉം 2 ഉം കട്ട് ചെയ്ത് കളയുക, 3 ഉം 3 ഉം കട്ട് ചെയ്ത് കളയുക.
പി വി സി ഈക്വൽ ടു എൻ ആർ ടി ആയിരുന്നു ഇതുവരെ ഇക്വേഷൻ. ഇനി മുതൽ ഇക്വേഷൻ പി വി സി ഈക്വൽ ടു എൻ കെ ബി ടി. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസുകൾ മാത്രം. ഏതാണത്? സി ആർ എം എസിന്റെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയൂല. സി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3p ബൈ റോ. റൂട്ട് ഓഫ് 3p ബൈ റോ. ഇറ്റ് മീൻസ് പ്രഷറും ഡെൻസിറ്റിയും തന്നിട്ട് സി ആർ എം എസ് കാണാൻ പറഞ്ഞാൽ, പ്രഷറും ഡെൻസിറ്റിയും തന്ന് സി ആർ എം എസ് കാണാൻ തന്നാൽ ഇക്വേഷൻ 3p ബൈ റോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക? ഡെൻസിറ്റിക്ക് വരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാസ് ബൈ വോളിയം എഴുതിയാൽ മതി. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മതി. മാസ് ബൈ വോളിയം എഴുതി. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. സി ആർ എം എസ് ഈക്വൽ ടു 3pv ബൈ എം. 3pv ബൈ എം. മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണം. പി വി സി ഈക്വൽ ടു ആർ ടി ആണെന്ന് അറിയാം. പി വിക്ക് പകരം ആർ ടി എഴുതി. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി 3RT ബൈ എം. ഇവിടെയാണ് സാറ് പറഞ്ഞ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് കിടക്കുന്നത്. ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, എം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. വേരിയബിൾ ആയിട്ട് ടെമ്പറേച്ചർ മാത്രം. ഇറ്റ് മീൻസ് സി ആർ എം എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. സെറ്റ്. സാറ് പറഞ്ഞ ഉറപ്പിക്കാവുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലെ ക്വസ്റ്റ്യൻ പോസ്റ്റുലേറ്റ്സ് അല്ല എങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാള് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ. കേട്ടോ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ചോദിച്ചിട്ടുണ്ട് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T, the total energy is equally distributed in different degree of freedom. ഏതാണത് ഡെറിവേഷൻ? ഹാഫ് എം വി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം വി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി ഇസെഡ് സ്ക്വയർ എന്ന് എഴുതും. വി എക്സും വി വൈയും വി ഇസെഡും ഈക്വൽ ആണെന്ന് എഴുതും. വി എക്സും വി വൈയും വി ഇസെഡും ഈക്വൽ ആണെന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? എക്സിനും വൈക്കും ഇസെഡിനും പകരം ഏതെങ്കിലും ഒരാളെ മാത്രം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ എക്സ് തന്നെ എടുത്ത്. ഓക്കെ, അര പ്ലസ് അര പ്ലസ് അര, ദാറ്റ് ഈസ് 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തും? ആവറേജ് കൈനറ്റിക് എനർജി ഇക്വേഷൻ കൊണ്ടുവരണം. ആവറേജ് കൈനറ്റിക് എനർജി ഇക്വേഷൻ 3/2 kBT. എന്നിന്റെ ആവശ്യമില്ല, മോളിക്കൂൾ അല്ലേ. 3/2 kBT. രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ വെച്ചാണ് ഞാനെന്ന് പറഞ്ഞ കാര്യം മക്കളെ മറക്കാൻ പാടില്ലാത്തത്. അപ്പുറവും ഇപ്പുറവും 3/2 കാണുമ്പോൾ നിങ്ങൾക്ക് വെട്ടാൻ ജ്വരം കയറി വരും. വെട്ടരുത്. 3യും 3യും മാത്രമേ വെട്ടാൻ പാടുള്ളൂ. ആൻസർ ആയി ഹാഫ് എം വി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് kBT. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ, ഡിഫൈൻ മീൻ ഫ്രീ പാത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയുന്നു. ദ മീൻ ഫ്രീ പാത്ത് L ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. L is equal to 1/√2 pi n d square. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂസും കൂടി ഉണ്ട് കേട്ടോ. ഏതാണെന്ന് അറിയാമോ സാർ? സ്ക്രീൻ വേണമെന്നില്ല, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഏതാണെന്ന് അറിയാമോ? 3 വാല്യൂസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളാണ് ചെയ്തത്, ഞാൻ ചെയ്തിട്ട് പോലുമില്ല. ഓക്കെ, നമ്മളെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്കലി റിജിഡും നോൺ റിജിഡും. ഓർക്കണ്ട, എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 5/3 എഴുതുക, അടുത്തത് 7/5 എഴുതുക, അടുത്തത് 9/7 എഴുതുക. ഒറ്റ സംഖ്യ മുകളിലോട്ട് താഴേക്കും മുകളിലേക്ക് എഴുതുന്ന രീതി ഓർക്കണ്ട. ഉണ്ടെങ്കിൽ ഒരു ഡാറ്റ എന്നടാ വാല്യൂസ് ഒന്നും ഓർത്തിരിക്കണം കേട്ടാ. അതുപോലെ തന്നെ പോളിയാറ്റോമിക്കിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. 4+f 3+f ഡിവൈഡഡ് ബൈ 4+f അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലേ? അതും ഒന്ന് ഓർത്തിരുന്നേക്കണം കേട്ടോ. ഇക്വേഷൻ മാത്രമായിട്ട് ഒന്ന് ഓർത്തിരുന്നേക്കണം. സെറ്റ്. ഇത് രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ സാറ് ആഡ് ഓൺ ആയിട്ട് ഇത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞേക്കണം. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കി നിങ്ങളോട് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, വാട്ടറിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. H2O എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. H2O ഇല്ലേ? ഉണ്ടെങ്കിൽ ആരൊന്നേ H2O നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കി വെച്ചിക്കണം. കാണാപ്പടം പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇത് മൂന്നും ഒന്ന് വായിച്ചു വിട്ടേക്കണം കേട്ടോ. മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്കലി റിജിഡ് റോട്ടർ, നോൺ റിജിഡ് റോട്ടർ, പോളിയാറ്റോമിക്കിന്റെ ഇക്വേഷൻ മാത്രം H2O ചെയ്യുന്ന രീതി. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിൽ ഒന്ന് നോക്കി വെച്ചേക്കും. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ. അപ്പൊ ആദ്യം പഠിക്കാൻ പോണത് എപ്പോഴും പോസ്റ്റുലേറ്റ് ആയിരിക്കണം. പോസ്റ്റുലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് പഠിച്ച് വെച്ചാൽ മതി. സെറ്റ്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നു. ദാറ്റ് ഈസ് വേവ്. ഓക്കെ, വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും ഓക്കെ ക്ലോസ്ഡ് പൈപ്പും. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചേക്കുന്നത്. ഓപ്പൺ പൈപ്പ് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് സ്ട്രെച്ച്ഡ് സ്ട്രിങ് പറയാം. എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതെല്ലാവർക്കും കോൺഫിഡൻ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ നമ്മൾ 9 ഒരൊറ്റ പേജിൽ എഴുതിയേക്കണം. കൈവീശലുണ്ടാ എന്നിട്ട് അവസാനം തെറ്റിച്ചുണ്ട് അങ്ങനെ വന്നാണ്ടല്ലോ. സ്ക്രീൻ റെക്കോർഡല്ലേ സാറേ? ആ, ഇതെല്ലാവരും കോൺഫിഡൻ്റ് ആയിരിക്കണോട്ടാ. അതിന് മാത്രം പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിലേക്ക് പോകുന്നു. L is equal to λ/2. ഓക്കെ, L is equal to λ/2. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലാംഡ കണ്ടുപിടിക്കണം. നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ എപ്പോഴാണ് ഓർത്തിരിക്കാതെ, അല്ലാണ്ട് കാണാപ്പാടെ നമ്മൾ പഠിക്കാറില്ല. ആദ്യം ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതും. അതിൽ നിന്ന് നമ്മൾ ലാംഡ കണ്ടുപിടിക്കും. ലാംഡ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തും? വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഓക്കെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അതിൽ നിന്ന് കണ്ടുപിടിക്കും ഫ്രീക്വൻസി ആയ ന്യൂ കണ്ടുപിടിക്കും v/λ. ഓക്കെ, v/λ. അതിൽ ലാംഡക്ക് പകരം നിങ്ങൾ കണ്ടുപിടിച്ചേക്കാൻ ഇക്വേഷൻ എഴുതി വെക്കും v/2l. ഉത്തരവായില്ലേ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു v/2l. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. ഇവനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇനി രണ്ടാമത്തെ കേസിൽ മാത്രം ഇതിൽ ഓപ്പണിലാണെങ്കിലും സ്ട്രെച്ച്ഡ് ആണെങ്കിലും ഇത്തിരി പ്രശ്നം വരുള്ളൂ. ഏതാണ്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണതും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ L is equal to λ/2 എന്ന് കിട്ടും. ഫിഗർ മറന്നു പോകരുത് കേട്ടോ. L is equal to λ/2. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ2. ഓക്കെ, ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി ന്യൂ2 ആണ്. ഫ്രീക്വൻസി is equal to ന്യൂ2. ന്യൂ2 is equal to v/λ2. ഓക്കെ, ഫ്രീക്വൻസി is equal to v/l എന്ന് വരും. ഇപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ v/2l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തവനാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ν1. ഓക്കെ, ഇവനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓവർടോൺ. ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി. സെക്കൻഡ് ഓവർടോൺ മൂന്നാമത് വരുന്ന ആൾ. ഓക്കെ, സെറ്റാണ് ടാറ്റ. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ആദ്യം ലെങ്ത് കണ്ടുപിടിക്കുന്നു. ലെങ്ത്തിന് ശേഷം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതുന്നു. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ. ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പേരെന്താണോ ആ പേരെടുത്ത് എഴുതുന്നു. സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ തന്നെ വെറുതെ നിന്ന് ഡിഫൈൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഓപ്പൺ പൈപ്പ് ആണ്. ഫിഗർ പ്രോപ്പറായിട്ട് പഠിക്കുക. ഓപ്പൺ പൈപ്പ് വളരെ 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 റെയർ ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചേക്കണത് ക്ലോസ്ഡ് പൈപ്പ് തന്നെയാണ്. ഓക്കെ, കാരണം അവിടെയാണ് 1:3:5 എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ബാക്കി രണ്ടിലും 1:2:3 എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, സ്റ്റാൻഡിങ് വേവ് ഓണെ ഓപ്പൺ പൈപ്പ് സെയിം ഡെറിവേഷൻ തന്നെ ചോദിച്ചാൽ മതി. ആരുടെ? നമ്മളുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സെയിം ഡെറിവേഷൻ ഫിഗർ മാത്രം മാറ്റി വരച്ചു കഴിഞ്ഞാൽ ആരായി? ഓപ്പൺ പൈപ്പായി അല്ലെ? ലെങ്ത് λ/2. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു v/λ. ആദ്യത്തെ ആള് v/2l. രണ്ടാമത്തെ കേസിലും 2v/2l എന്ന് വരും. ദാറ്റ് ഈസ് 2ν1 എന്ന് വരും. മൂന്നാമത്തെ കേസിൽ 3v/2l എന്ന് വരും. ദാറ്റ് ഈസ് 3ν1 എന്ന് വരും. ആദ്യത്തെ പേര് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. രണ്ടാമത്തെ പേര് ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി. മൂന്നാമത്തെ പേര് സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ഓക്കെ ആണ് ടാറ്റ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കൊല്ലവും ചോദിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ് തന്നെയാണ്. എല്ലാ വർഷവും ക്ലോസ്ഡ് പൈപ്പിനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, കാരണം അവിടെ മാത്രമാണ് λ/4. മറന്നു പോരുത് കേട്ടാ. ഒരു ആന്റി നോഡും നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/4 1 വേർഡ് ആയിട്ട് വരെ ചോദിക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ നടക്കുന്ന കാര്യം ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ1/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേവ് ലെങ്ത് കിട്ടി. ഫ്രീക്വൻസി ഇക്വേഷൻ v/λ. ലാംഡക്ക് പകരം 4l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഉത്തരമായി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു v/4l. ദിസ് ഈസ് നോൺ ആസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി. ഇനി സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ എല്ലാവരും ഉള്ള ആൻസർ എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം?
ഇത് 3 λ/4 ആയിരുന്നെങ്കിൽ അടുത്തത് ഇത് λ/4 ആയിരുന്നെങ്കിൽ അടുത്തത് 3 λ2 / 4. അതിനുശേഷം വരുന്നത് 5 λ3 / 4. 1:3:5 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടണ്ടേ? ആ രീതിയിലെങ്കിലും ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ L is equal to 3 λ2 / 4. അതിൽ നിന്ന് λ2 is equal to 4L/3 എന്ന് എഴുതി ഫ്രീക്വൻസി ഇക്വേഷൻ V/λ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3V / 4L എന്ന് കിട്ടും. That means frequency is equal to 3nu1. This is known as first overtone third harmonic frequency. അടുത്തതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർത്തിരുന്ന വെച്ചാൽ മതി 5 λ3 / 4. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. λ3 is equal to 4L / 5. ഫ്രീക്വൻസി ഇക്വേഷൻ V/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5nu1 എന്ന് കിട്ടുന്നു. That means it is second overtone അല്ലെങ്കിൽ fifth harmonic frequency. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. വേറൊരു രീതി ചോദിക്കുക, 1:3:5 എന്ന് പ്രൂവ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ഡെറിവേഷൻ തന്നെ എഴുതി വെച്ചാൽ മതി. നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നേരെ വരെ ഒന്നും വരച്ചിട്ട് എഴുതി നോക്കരുത് കേട്ടോ. താഴേക്ക് എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. 1 mark question വേറെ ഒന്നുമല്ല, that is beat. Okay, that is beat. 1 mark question ആണ് കേട്ടോ. When two sound wave of near same amplitude, slightly different frequency, traveling in the same directions are superimposed each other, alternative increase and decrease in sound intensity are heard. This phenomenon is called beat. Okay ആണല്ലോ, സെറ്റ് അല്ലേ മക്കളെ? പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇനി അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ ബീറ്റ് ഫ്രീക്വൻസി. ബീറ്റ് ഫ്രീക്വൻസി എന്താണ്? ബീറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വി ബീറ്റ് അല്ലെങ്കിൽ ന്യൂ ബീറ്റ്. ഓക്കെ, ന്യൂ ബീറ്റ് വി അല്ല, ന്യൂ ബീറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് nu1 മൈനസ് nu2. മോഡുലസ് എഴുതാൻ മറന്നു പോകരുത്, കാരണം പോസിറ്റീവ് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. മോഡുലസ് ഓഫ് nu1 മൈനസ് nu2. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. മറക്കരുത് കേട്ടാ. ബീറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി സബ് ആയിട്ട് വരും. ഓക്കെ, ഇനി ഓൾറെഡി എഴുതും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്? ഓക്കെ, 10ാം ക്ലാസ്സിൽ പിള്ളേർ ഇപ്പോൾ ഓൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം അവന്മാരെ 1ാം ചാപ്റ്റർ ഇപ്പോൾ വേവ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്. Those wave in which the particle of the medium vibrate perpendicular to the direction of propagation. Perpendicular ആണെങ്കിൽ that is transverse. Ripple in water അല്ലേ? Ripples in water എക്സാമ്പിൾ ആണ്. ഹാർമോണിക് വൈബ്രേഷൻ ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നുള്ള എക്സാമ്പിൾ ആണ്. ട്രാൻസ്വേഴ്സ് വേവിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ മതി? സെയിം ഡയലോഗ് തന്നെ, പെർപെൻഡിക്കുലറിന് പകരം പാരലൽ. ഓക്കെ, പെർപെൻഡിക്കുലറിന് പകരം പാരലൽ. Those wave in which particle of the medium vibrate parallel to the direction of propagation, then it is called longitudinal wave. Sound wave is the example for longitudinal wave. ഓക്കെ ആണെങ്കിൽ ടാറ്റ നമ്മളെ. ഓക്കെ ആണെങ്കിൽ ടാറ്റ. നമുക്ക് ആവശ്യമുള്ള ആള് പ്രോഗ്രസീവ് വേവ് ആണ്. The wave traveling from one part of the medium to another part are called traveling wave or progressive wave. ഒരു ഡിസ്പ്ലേസ്മെന്റ് റിലേഷനിൽ, ഓക്കെ, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ തന്നിട്ട് പോസിറ്റീവ് ഒമേഗക്ക് മുമ്പിൽ പോസിറ്റീവ് ആണ് കിടക്കുന്നതെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ട്രാവൽ ചെയ്യണമെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റീസെന്റ് ചെയ്യാം. ഒമേഗയുടെ മുമ്പിൽ കിടക്കുന്നത് പോസിറ്റീവ് ആണ്, അതിലാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അനന്യ പറഞ്ഞ മോനെ. യെസ്, ഗുഡ് ഈവനിങ്. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് മക്കളെ. ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിച്ചിരുന്നടാ. y of xt is equal to ഡിസ്പ്ലേസ്മെന്റിന്റെ കോമൺ ഇക്വേഷൻ. y of xt is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഒമേഗയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നെഗറ്റീവ് മൈനസ് ആണെങ്കിൽ, ഓക്കെ, എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും വേവ് ട്രാവൽ ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് ഡയറക്ഷൻ ഒമേഗക്ക് മുമ്പിൽ പോസിറ്റീവ് ആണെങ്കിൽ എക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യണത്. നമ്മൾ പഠിച്ചാണ് കേട്ടാ. ഓക്കെ ആണെങ്കിൽ ആരാന്നേ?
ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ അതിൽ നിന്നൊന്നും മാർക്കേ പോകാനും പാടില്ല. ഇതിലൊരു പ്രോബ്ലത്തിന്റെ ഒരു കേസ് ഞാൻ പറയും, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ പറയാത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഐഡിയ വേണം. y of xt is equal to a sin kx minus omega t plus y. മൈനസ് വന്നു കഴിഞ്ഞാൽ എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ, ഇനി പ്ലസ് വന്നു കഴിഞ്ഞാൽ എക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഇക്വേഷൻസുകളാണ്. അവിടെ കൊണ്ടുപോയിട്ട് കെ ഇസ് ഈക്വൽ ടു 2π/λ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് എഴുതാൻ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അത് ഇപ്പോഴേ അവിടെ പഠിച്ചു വെച്ചോ. ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. പിന്നെ അവിടെ കിടന്ന് പിണയാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ω/2π. എത്രയല്ലേ ഉള്ളൂ പഠിക്കാൻ ഇവിടെ. ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ വേറൊരു കാര്യം ഒന്നും പഠിക്കാനില്ല. പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്? അത് ഏടെ സ്ഥാനത്ത് വരുന്ന ആളെടുത്ത് എഴുതാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ? ഫൈയുടെ സ്ഥാനത്ത് വരുന്ന ആളെടുത്ത് എഴുതുക. ഓക്കെ അല്ലേ? 4 മാർക്കും സ്കോർ ചെയ്തൂടെ? 4 മാർക്കിന് ചോദിച്ചിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഡാറ്റ തന്നെ. അപ്പൊ ഈ 2 ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചോട്ടാ. വേവ് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2π/kയും ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ ω/2π. ആ 2 ഇക്വേഷൻസ് അങ്ങോട്ട് ഉറപ്പിച്ചു. പുതുതായിട്ട് ഞാനിപ്പോൾ ഇക്വേഷൻ കൂടി തരും, അതുകൊണ്ടാണ് അത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേക്കണാണ് y of xt is equal to 10 sin 5x plus 10t plus 2. Find amplitude and wavelength and frequency. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ മതി? ഇവിടെ കിടക്കുന്ന 10 എടുത്തങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിന് പകരം 10 ഉത്തരവായി. ഇനി വേവ് ലെങ്ത് സാർ ഇപ്പൊ എന്താ പറഞ്ഞ? ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. കെക്ക് പകരം ഇവിടെ ആരാ വന്നേക്കണം? 5. അപ്പൊ ആൻസർ 2π/5. അവിടെ ഉത്തരവായി. രണ്ടാമത്തെ ഉത്തരവായി. അതാ പറഞ്ഞ ഇക്വേഷൻ ഡയറക്റ്റ്ലി പഠിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നേക്കണം 10 എടുത്ത് നേരെ അങ്ങോട്ട് എഴുതുക. ആദ്യം ചെയ്യേണ്ട കാര്യം ജനറൽ ഫോർമുല എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ജനറൽ ഫോർമുല എല്ലാവരും അവിടെ എഴുതിയേക്കാം. രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്താണ്? വേവ് ലെങ്ത്തിന് പകരം എന്ത് ചെയ്യണം? 2π/k എന്ന് ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. 2π അതുപോലെ തന്നെ കെയുടെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കണ ആരാണ്? 5. ഉത്തരവില്ലേ? 2π/5. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ω/2π നിങ്ങൾ പഠിച്ചു വെച്ചോന്ന് പറഞ്ഞു. ഒമേഗക്ക് പകരം ഇവിടെ വന്നേക്കണ ആരാണ്? 10. 2π അതുപോലെ തന്നെ എഴുതാം. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. 5/π എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. 2 രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ എന്താ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ ഇത്രയെല്ലാം ചെയ്യാനുള്ളൂ. ഇനി ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി ഓക്കെ അല്ലേ മകളെ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ഇതാണ് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ട്രാൻസ്വേഴ്സ് harmonic wave on a string is described by y of xt is equal to 3 sin 36t. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 36t minus 0.018x plus π/4 where a and y are in centimeter, t in seconds. ഇവിടെ ഡിസ്പ്ലേസ്മെന്റും ആംപ്ലിറ്റ്യൂഡും സെന്റിമീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ 4 മാർക്കിന് വെച്ചാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഈസ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി? ഡിസ്പ്ലേസ്മെന്റിന്റെ കോമൺ ഇക്വേഷൻ ആണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയാം. ആണെങ്കിൽ ടാറ്റ y of xt is equal to a sin kx minus omega t. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അറിയാം. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് അനങ്ങാതിരിക്കുന്ന ഒരാൾക്കാണോ മൂവ്മെന്റ് ഉള്ള ഒരാൾക്കാണോ? മൂവ്മെന്റ് ഉള്ള ഒരാൾക്കാണ്. അപ്പോൾ അതെന്ത് വേവ് ആണ്? ദാറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ട സാധനം. ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വാട്ട് ഈസ് ദ സ്പീഡ്? ഇപ്പൊ എല്ലാവരും ഉള്ളിൽ കയറി വരാൻ പോണ സാധനം എന്താണ്? v is equal to ന്യൂ ലാംഡ. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും.
ദൈവത്തോർത്ത് അത് ചെയ്യാൻ പോകരുത്. ഓക്കെ, ദൈവത്തോർത്ത് അതാരും ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ AI ക്ലാസ്സിൽ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ കൂടെ അവിടെ ഉറപ്പിച്ചോളണം. സ്പീഡ് V is equal to omega by k. കേട്ടാ, V is equal to omega by k. അപ്പൊ എല്ലാവരും ഇന്ന് ക്ലാസ്സിൽ കയറിയിരിക്കണം, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി അവിടെ പ്രാർത്ഥിച്ചോ. V is equal to omega by k. ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, V is equal to omega by k. ഒമേഗ ഇനിയാണ് മൈൻഡ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും കുറേ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? 36T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആണോ ഒമേഗ ആണോ? കെ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഒമേഗ ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് നേരത്തെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ജനറൽ ഫോർമുല അങ്ങോട്ട് എഴുതുക. y of x t is equal to a sin kx minus omega t plus 5 ആണ് നമ്മളെ മൈൻഡിൽ കിടക്കാൻ പോണത്. ഇനി ഇവിടെ ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36T എന്നാണ് തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ ഒമേഗയുടെ വാല്യൂ പ്ലസ് ആണ്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ ഇനി ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുമ്പോൾ ഒമേഗയുടെ വാല്യൂ 36 ആണ്. ഓക്കെ, ഒമേഗയുടെ വാല്യൂ 36 ആണ്. കെയുടെ വാല്യൂ 0.018 ആണ്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ തന്നെ ഓക്കെ ആണെങ്കിൽ ഡാറ്റ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തു പോകാം. സ്പീഡ് ഈക്വൽ ടു ഒമേഗ ബൈ കെ 36/0.08. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളൊരു മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ടൈം ഇൻ സെക്കൻഡ് ആണ് സാറ് എന്നാ പറഞ്ഞ MKS സിസ്റ്റത്തിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. സെന്റിമീറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇനി വേറെ കുറെ പേരുടെ ഉള്ളിൽ ഇപ്പൊ കയറി വരാൻ പോണ സാധനം, സാറേ കെയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് എടുക്കണ്ടേ അല്ലേ? കെയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് എടുക്കാൻ പാടില്ലാത്തതിനുള്ള റീസൺ അറിയാവുന്ന ആരെങ്കിലും കൈവശിക്കും. വാട്ട് ഈസ് കെ? കെ ഈസ് ആൻ ആംഗുലാർ നമ്പർ. കേട്ടാ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗുലാർ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കാത്തത്. ഓക്കെ ആണെങ്കിൽ ടാറ്റ എന്നടാ, ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ is equal to ലാംഡ is equal to 2π/k. ലാംഡ അല്ല, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, omega/2π. ഓക്കെ, ഫ്രീക്വൻസി omega/2π. ഓക്കെ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ദ ഒറിജിൻ ആണ്. അതിവിടെ കിടപ്പുണ്ട് π/4. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? പ്രോബ്ലം സെറ്റ് അല്ലേ? അപ്പോൾ പുതുതായിട്ട് ഞാൻ ആഡ് ഓൺ ചെയ്തേക്കണത് ട്രാവലിംഗ് വേവ് ആണെങ്കിൽ അതിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ V is equal to omega/k. ഓക്കെ ആണ്ടാ, സെറ്റ്. ഇനി സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്, എന്നിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ഏത് ഇക്വേഷൻ നിങ്ങൾ എഴുതും? V is equal to ന്യൂ ലാംഡ എഴുതും. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് വേവ് ഇക്വേഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് വേവ് ഇക്വേഷൻ. ഇനി ഒരാളും കൂടിയുണ്ട്, സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് V is equal to T/mu. ഓക്കെ, ഇതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, മാസും ലെങ്ത്തും വെച്ചിട്ടുള്ളത്. ഓക്കെ ആണെങ്കിൽ ഡാറ്റ എന്താ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ ഒന്ന് വായിച്ചു വിട്ടേക്കണം കേട്ടോ. മാസും ലെങ്ത്തും വെച്ചുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, മറന്നു പോകരുത്. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് V is equal to B/ρ, ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. അതൊരു സോളിഡ് ബാറിലാകുമ്പോൾ യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആകും. സെറ്റ് അല്ലേ? ഓക്കെ, അതൊന്നും അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ന്യൂട്ടൺസ് ലാപ്ലേസ് ഫോർമുല എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്, ഒന്ന് വായിച്ചു വിടണം. ഓക്കെ, ഓർക്വസ്റ്റ്യൻ കയറി നിങ്ങൾ പിടിക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാണ് വായിച്ചു വിടണം. സ്പീഡ് ഓഫ്, കാരണം ഇതിന്റെ ഓർക്വസ്റ്റ്യൻ ആയിരിക്കും ഏത് ക്ലോസ്ഡ് വൈബ് ഓപ്പൺ വൈബ് ഒക്കെ. അപ്പൊ എന്തായാലും ഇതിന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതൊന്നും കയറി പിടിക്കൂല. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന കാര്യം അതൊരു ഐസോതെർമൽ പ്രോസസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? PV = nRT എന്ന് എഴുതും, PV = കോൺസ്റ്റന്റ് എഴുതും. ഇനി എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ PV ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടൈം എന്ന് എഴുതും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 0 ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ V × ΔP ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതിൽ നിന്ന് P ഇക്വേഷൻ ഉണ്ടാക്കും. P ഇക്വേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം അത് ബൾക്ക് മോഡുലസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാകും, ബൾക്ക് മോഡുലസ് ആണെന്ന് മനസ്സിലാകും. B is equal to
മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? പി ഈസ് ഈക്വൽ ടു ബി എന്ന് മാറി. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ബി എന്ന് മാറി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ ഇക്വേഷൻ എഴുതാം. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പിൽ ബിക്ക് പകരം നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ബിക്കോസ് സ്പീഡ് ഓഫ് വേവ് അല്ലെ, വേവ് ട്രാവൽ ചെയ്യുന്നത് എന്ത് പ്രോസസ് അല്ല, ഐസോതെർമൽ പ്രോസസ് അല്ല, അതൊരു അഡയാബാറ്റിക് പ്രോസസ് ആയിരുന്നു എന്ന് മനസ്സിലാകും. ഡെറിവേഷൻ വീണ്ടും പി വി റേസ് ടു ഗാമ എന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പുതുതായിട്ടൊരാൾ വരും. ഇത് വിടുമെന്ന് എനിക്കറിയാം, എങ്കിൽ ഞാൻ പറയണേ കേട്ടോ. ഓക്കെ, ഡെൽറ്റ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണത് എക്സ് സ്ക്വയറിനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് റൈസ് ടു എന്നിനെയാണ്. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡി എക്സ്. ആ ഒരു ഫോമിൽ അവനെ എഴുതും. നിങ്ങളുടെ ഇക്വേഷനിൽ വരാൻ പോകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതിയപ്പോൾ പി ഈസ് ഈക്വൽ ടു ബി എന്നാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ എഴുതുമ്പോൾ കിട്ടുന്നത് ഗാമ പി ഈസ് ഈക്വൽ ടു ബി എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ കൃത്യമായിട്ട് വരും. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. ഫൈനലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കാരണം പാർഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കണ്ടേക്കണം ഡാൾട്ടൻസ് പാർഷ്യൽ പ്രഷർ, കൈനറ്റിക് എനർജി, സെയിം കോൺസെപ്റ്റ് തന്നെയാണല്ലോ. അവിടെ പ്രഷറുകളെല്ലാം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിലെ ടോട്ടൽ പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും പറയണതല്ലേ, ഓരോ വേവുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റുകളെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ ഡാറ്റ സെറ്റ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് when no wave meet a particular point in a medium, the total displacement is the algebraic sum of displacement due to individual wave. Y of xt is equal to y1xt plus y2xt. ഓക്കെ ആണ് ടാറ്റ. ഓക്കെ ആണ് ടാറ്റ. അവന്റെ ഫൈനൽ ഇക്വേഷൻ, ഡെറിവേഷന്റെ ഫൈനൽ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിള് ഡെറിവേഷന് സാധ്യതയുള്ള ഒരാളാണ്, ചോദിക്കാറില്ല എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളായതുകൊണ്ട് പറയാണ് അവന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഫൈനൽ ആൻസർ എല്ലാ മക്കളും ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. y of xt is equal to 2a cos 5/2 sin kx minus 5/2. ഓക്കെ, ഇനീഷ്യൽ ഫേസ് 0 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ആൻസറിൽ 5 വരുന്നിടത്തെല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവനെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി തീറ്റയുടെ വാല്യൂ 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വിളിക്കാം. ചോദിച്ചിട്ടില്ല, അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സ്റ്റാൻഡിങ് വേവ് ആണ്. എ വേവ് ഇൻ വിച്ച് ദ വേവ് ഫോം ഡസ് നോട്ട് മൂവ്, മൂവ്മെന്റ് ഇല്ലാതെ അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേവുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ്. ഓക്കെ ആണേൽ ടാറ്റ. ഓക്കെ ആണേൽ ടാറ്റ. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരുന്ന രണ്ടാമത്തെ ജോലിയും ഞാൻ പൂർത്തിയാക്കി. ഇനി തിങ്കളാഴ്ച രാവിലെ ഞാൻ കയറത്തുള്ളൂ, കാരണം നാളെ വൈകിട്ട് അതുൽ സാറാ കയറുള്ളൂ. അപ്പോൾ എല്ലാ മക്കളും നിർബന്ധമായിട്ടും കയറണം അതുൽ സാറിൻ്റെ ക്ലാസ്സിൽ. ബിക്കോസ് സാറ് പറയാൻ പോകുന്ന ചാപ്റ്ററുകൾക്കുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം. 4ാമത്തെ ചാപ്റ്റർ ഓക്കെ ഏതൊക്കെ വരും? ബാങ്ക് റോഡൊക്കെ വരുന്ന ചാപ്റ്ററാണ് അല്ലേ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ പ്രൂഫ് വരും. മൊമെന്റത്തിന്റെ അല്ലെ, മൊമെന്റം പറയുന്ന ചാപ്റ്റർ. ഇനി നിങ്ങൾ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യം കയറുന്ന ഒരു ചാപ്റ്റർ സാറ് പറയും, ദാറ്റ് ഈസ് തെർമോഡൈനാമിക്സ്. ആമ്പിളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പെമ്പിളേർക്ക് ഇഷ്ടമല്ലാൻ സാധ്യത അല്ലാത്ത ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോടൊക്കെ പോകാൻ അല്ലെങ്കിൽ എഞ്ചിൻസിനോടൊക്കെ താല്പര്യമുള്ള മക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അതിൽ ഐസോതെർമലും അഡയോബാറ്റിക് പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾഡ് റിസർവോയറും ഹോട്ട് റിസർവോയറും വെച്ചിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരും. പിന്നെ അപ്പോൾ 1 4 8 സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരുന്ന 8ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഓക്സിലേഷനിൽ ഓൾറെഡി അറിയാം പെൻഡുലം വരുന്ന കേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് ചാപ്റ്ററിൽ സാർ എന്തായാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോ ഇനിയും ഫിസിക്സ് പേടിയുള്ളവരൊന്ന് റീസെൻഡ് ചെയ്തേ, ചുമ്മാ അറിയാനാണ്. ഇനിയും ഫിസിക്സിനെ പേടിയുണ്ട് സാർ. അയ്യോമാരൊക്കെ വെടി വെച്ചോളൂണ്ടോ? 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്, 6, 7. ആരൊക്കെയാണ് റീസെൻഡ് ചെയ്തത്? നജ്ജേ, സോറി നജ്ജേ എന്ന് പറഞ്ഞ +2 എടാ. നിങ്ങൾ കോൺഫിഡന്റ് ആളാവേ. മറ്റേ അഷ്യാദേവിയൊക്കെ ഉണ്ടല്ലോ, അത് മറ്റേ പേര് പറഞ്ഞേ ഫസ്റ്റ് റീസെന്റ് ചെയ്തല്ല. ആനന്ദിന്റെ പ്രോരാണ് ശ്രീനന്ദ അല്ലേ? എടാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, പഠിച്ചിട്ട് പോ, കോൺഫിഡൻറ്റ് ഉണ്ടാക്ക്. ഓക്കെ, ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനും ഇത്രയും കാലത്തിൽ ഇമ്പ്രസ്ഡ് ആയിട്ടൊരു കാര്യം, ഈ കൊല്ലം 10ാം ക്ലാസ്സിലെ പരീക്ഷ വെച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഷാഡോ ടീച്ചർമാർക്ക് നിങ്ങൾ വോയിസ് ആയിക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഗ്രൂപ്പിൽ വരും, വിന്നേഴ്സ് ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരും. അതിലൊരു കൊച്ചി ഇട്ടേക്കുന്ന വോയിസാണ്, സാർ ടീച്ചർ ഞാൻ 8ാം ക്ലാസ് തുടങ്ങി ഫിസിക്സ് പഠിക്കുന്നതാണ്, പക്ഷേ 10ാം ക്ലാസ്സിലെത്തി സാറന്മാർ, ഞാനുണ്ടായിരുന്നു, അതുൽ സാറുണ്ടായിരുന്നു, അർജുൻ സാറുണ്ടായിരുന്നു, ഞാൻ 3 സാറന്മാരെ കയറിയത്. 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഫിസിക്സ് ഇത്രയും സിമ്പിളാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ പറഞ്ഞ സാറന്മാർ പഠിപ്പിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല. ഓക്കെ, അതൊന്ന് ആലോചിക്കുന്നത്, അവരതിന് മാത്രം എഫേർട്ട് ഇട്ടുണ്ട്, നിങ്ങളെ പോലെ തന്നെയല്ലേ. ഡെയിലി എക്സാം. ഓക്കെ എടാ, 250 എക്സാം ഒക്കെ ആരെഴുതോളാം, ഞാൻ പോലും പഠിക്കുന്ന കാലത്ത് എഴുതിയിട്ടില്ല. ഞാൻ എക്സാം ക്ലാസ്സിൽ പോവില്ല. ഓക്കെ, ഡെയിലി എക്സാം നിങ്ങൾ 250 എണ്ണം ആലോചിക്കി, ഇവിടെ മാത്രം എഴുതിയേക്കണത്. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം, റിവിഷൻ എക്സാം, 3 ടൈം റിവിഷൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പിന്നെ ഇത്രയും കഴിഞ്ഞില്ലേ. ലാസ്റ്റ് വിന്നേഴ്സിന്റെ മോഡൽ എക്സാം. എന്താണത്? പഠിച്ച് ഇത്രയും പോരെ, ഇതിൽ കൂടുതൽ ഇനി എന്താണ് കിട്ടണ്ട? ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ഇതിൽ കൂടുതൽ നീയൊക്കെ സയന്റിസ്റ്റ് ആയി പോവും. പിന്നെ ഞാനൊക്കെ അവിടെ വന്നിരിക്കേണ്ടി വരും, നീക്ക് ഇവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ബാക്കിയുള്ളത് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫോ ഡിഫിക്കൽട്ടോ അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, നമ്മൾ മാത്രം എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് ആ പേപ്പറിൽ എഴുതി വെച്ച് നീറ്റായിട്ട് പോരുക. ഓക്കെ, പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, എന്താണ് ആൻസർ ഷീറ്റ് അല്ല എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നതൊക്കെ പറഞ്ഞ സ്റ്റോറീസ് ആയിട്ട് ചെയ്യണം. പൊന്നുമോനെ വെറുതെ ഉണ്ടാ, ചുമ്മയാണ് അതൊക്കെ വെറുതെ ആൾക്കാരെ കാണിച്ച് പറ്റിക്കാന്ന് മാത്രമേ ഉള്ളൂ. സങ്കടം വരും. അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ 2 മാർക്ക് കൂടി കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. പഠിച്ചോ മതിയാക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് തരാനില്ല. ഓക്കെ, 2 മാർക്ക് അപ്പുറത്തെ വീട്ടിലെ ചെക്കന് രാജപ്പന കൂടിക്കഴിഞ്ഞാൽ മതി. ഓക്കെ, നിന്റെ അമ്മനെ വെറുതിരുത്തൂടാ, അവർ കേൾക്കണം, വെറുതിരുത്തൂല, മര്യാദക്ക് പഠിച്ചു. നിനക്ക് എന്തിൻ്റെ കുറവാണ്? ട്യൂഷൻ ഇല്ലേ, വീടില്ലേ, AC ഇല്ലേ, ഫ്രിഡ്ജില്ലേ, മിക്സി ഇല്ലേ, എല്ലാം ചോദിക്കും. കാരണം അവർക്ക് അത് ചോദിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന സാധനങ്ങളെല്ലാം അവർ മേടിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ മേടിച്ചു കൊണ്ടേ കളയരുത്. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. പിന്നെ ഏറ്റവും വലിയ സാധനം, എനിക്കിപ്പോഴും അപ്പോഴും 10ാം ക്ലാസ്സുകാരോട് ഞാൻ പറഞ്ഞതാണ്, കുറച്ച് നാളത്തേക്ക് എക്സാം കഴിയണവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിക്ക്. ആ എക്സാമിനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുള്ള PDF ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടാനായിട്ട് PDF എന്ന് കമൻറ്റ് ഇടൂ, ലിങ്ക് ഇന്ന് കമൻറ്റ് ഇടൂ, കമൻറ്റ് ബോക്സിൽ വന്ന് എളിച്ചിരിക്കൂ. എന്ത് കാര്യമിരിക്കണം. മെറ്റീരിയൽ കയ്യിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, ചെയ്ത പ്രോബ്ലങ്ങളുടെ ബുക്ക് കയ്യിലുണ്ട്. നിങ്ങൾ തന്നെ ഗൈഡ് എഴുതി. ആ അവസ്ഥയിലാണ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ ബുക്കൊക്കെ ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോട്ട് എഴുതിക്കണം. അപ്പം നിങ്ങൾ തന്നെ കൈ കൊണ്ട് എഴുതിയൊരു ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും PDF ഒന്ന് കമൻറ്റ് ഇടൂ, സ്മൈലി ഇടൂ, മാങ്ങാത്തൊലി ഇടൂ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ പോണ കുറേ എണ്ണങ്ങൾ അതിൻ്റെ പുറകെ. വേറൊരു കാര്യം കൂടി, എക്സാം ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും മെനകെട്ടൊരു കുരിപ്പ് നിങ്ങളുടെ നേരെ വരും. അത് പഠിച്ചിട്ടുണ്ടാ, ഇത് പഠിച്ചിട്ടുണ്ടാ, ഒമേഗയുടെ കൂടെ മറ്റവനെ കൂട്ടുമ്പോൾ മറ്റവളെ കിട്ടോ. എന്ത് കാര്യം ഇരിക്കണം? നീ പോയി കണ്ടുപിടിച്ചോ, ഞാൻ പരീക്ഷയായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ അവിടെ മിണ്ടാണ്ട് വിട്ടോളാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 മേടിച്ച് പോരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുക. തിങ്കളാഴ്ച നമ്മൾ ഒന്നും കൂടി കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും ഇപ്പോൾ തൽക്കാലം വിഷയുന്നില്ല. കാരണം എനിക്ക് തിങ്കളാഴ്ച രാവിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമിനായപ്പോഴും ഓണം എക്സാമിനായപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താണ് നമ്മളെല്ലാം അവസാനിപ്പിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. മാക്സിമം സ്പീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റണം. അപ്പോൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. രാവിലെ നന്നായിട്ടിരുന്ന് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 9 ചാപ്റ്ററായി.
ആ 9 ചാപ്റ്ററുകൾ നന്നായിട്ടൊന്ന് വായിക്കുക. സമയം കിട്ടിക്കഴിഞ്ഞാൽ അതുൽ സാറ് നാളെ എടുക്കാൻ പോകുന്ന ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ഒന്ന് വായിക്കണം, പിന്നെ ലോസ് ഓഫ് മോഷൻ ഒന്ന് വായിക്കണം, ഓക്സിലേഷൻ, ഇത് മൂന്നൊന്ന് വായിക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും യൂണിറ്റ് ആൻഡ് മെഷർമെന്റും ക്ലാസ്സിലിരുന്ന ഐഡിയ മാത്രം മതി നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. എല്ലാവർക്കും ടാറ്റ.